വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 6:10 കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മൾ ഇന്നലെ രാവിലെയും ഇന്നലെ വൈകിട്ടുമൊക്കെ സംസാരിച്ചത് യേശുവിൻ്റെ ശക്തി, അമിത ബലത്തെപ്പറ്റി സംസാരിച്ച്. 1:17 വീണ്ടും ഒന്ന് വായിച്ചേ. 1:17 ഇന്നലെ വായിച്ച അതേ വാക്യം വീണ്ടും ഒന്ന് വായിച്ചു. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സ്തോത്രം. ഇന്നലത്തെ ഒരു വേർഷനിൽ, ഇംഗ്ലീഷ് വേർഷനിൽ കണ്ടെന്തോ ടു നോ ഹിം ബെറ്റർ അല്ലേ, യേശുവിനെ ഇച്ചിരൂടൊന്ന് നല്ലതുപോലെ ബെറ്ററായി അറിയുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേക്കാൻ പോവാം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവെ, എനിക്കൊന്ന് ബെറ്ററായി അറിയാം. യേശുവിൻ രക്തം ജയം. നിങ്ങളുടെ ചില മക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു ഉറപ്പില്ലേ? ഭർത്താവിനെ പറ്റി ചിലർക്ക് ഉറപ്പില്ലേ? ഭാര്യയെപ്പറ്റി ചിലർക്ക് ഉറപ്പില്ലേ? ഇന്ന് കർത്താവിനെ പറ്റി ഒരു വലിയ ഉറപ്പ് വ്യാപരിക്കാൻ പോവുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. TPT വേർഷനിൽ അതിൻ്റെ 17-ാം വാക്യം ഞാൻ നിങ്ങളോടൊന്ന് വായിച്ച് കേൾപ്പിക്കുക. ഐ പ്രേ ദാറ്റ് ദ ഫാദർ ഓഫ് ഗ്ലോറി, ദ ഗോഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വുഡ് ഇമ്പാർട്ട് ടു യു ദ റിച്ചസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം and the spirit of revelation to know him through your deepening intimacy with him. എന്തുവാ? To know him through your deepening intimacy with him. നമ്മുടെ ഡീപ്പായിട്ടുള്ള ഇൻറ്റിമസി കാരണം കർത്താവിനെ ഒന്നുകൂടെ അറിയാൻ പോവാം. യേശുവിൻ രക്തം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തുടക്കകാലത്ത് നമ്മൾ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേരം മറുപടിയാണ്. പക്ഷേ പിന്നത്തേതിൽ അങ്ങോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ആൻസർ കിട്ടിയില്ലെന്ന് വരും. അത് ദേഷ്യം കൊണ്ടല്ല, നിന്നെ ശിഷ്യത്വത്തിലേക്ക് നടത്തുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആദ്യം ജോലി വേണം, പ്രാർത്ഥിച്ച് ജോലി കിട്ടി. വണ്ടി വേണമെന്ന് പ്രാർത്ഥിച്ച് വണ്ടി കിട്ടി. പെട്രോൾ വേണമെന്ന് പറഞ്ഞ് പെട്രോൾ കിട്ടി. പക്ഷെ കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ചില വിഷയങ്ങൾ തരാതെയും ചില വിഷയങ്ങൾക്ക് സൈലൻസും വരുമ്പോൾ ഓർത്തോ, നിന്നെ അടുത്ത ശിഷ്യത്വത്തിലേക്ക് ദൈവം നടത്താൻ പോകുകയാണ്. ഒത്തിരി പേര് അത് വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ കൊച്ചിയിലേക്ക് കടന്ന് കരഞ്ഞ ചില വിഷയത്തിന് ബിസ്ക്കറ്റ് തരത്തില്ലെന്നോ ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം അങ്ങ് തന്നിരിക്കും. ഇച്ചിരൂടെ പ്രായമാകുമ്പോൾ നീ ചോദിക്കുന്നത് ചിലപ്പോൾ അപ്പം തന്നില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട, ബെറ്ററായിട്ടുള്ള ചിലത് ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവിനെ ബെറ്ററായി അറിയുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോവാ. ഇന്ന് പകൽ വിശ്വസിച്ചിട്ട് പറ, കർത്താവേ, എനിക്ക് ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഓടിക്കൊണ്ടുവരിക. അതിങ്ങനാണ്. വചനത്തിൽ കൂടെ തന്നെ ആ ദൂത് നിങ്ങളോട് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ വേലി പൊളിക്കുവാൻ ദൈവം അനുവദിച്ചു. കാരണം ഇയ്യോബിനെ പറ്റി ദൈവത്തിനൊരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്തൊക്കെ പൊളിച്ചാലും അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു ദൈവദാസൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വാക്യം ഈ സഭയെ നോക്കി പറയാൻ എന്നോട് ദൈവം പറയുന്നു. പത്രോസിനോട് യേശു പറയുക, നിന്നെ പാറ്റിക്കളയാൻ പിശാചനോട് അനുവാദം ചോദിച്ചായിരുന്നു. പക്ഷേ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാനത് അനുവദിച്ചില്ല. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, ചിലത് അനുവദിക്കാതിരുന്നത് നമ്മുടെ വിശ്വാസം പോലും പോയി പോകുമെന്ന് അവന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ സ്തോത്രം ചെയ്യും. അപ്പം പലതും എൻ്റെ ലൈഫിൽ നടക്കാതിരുന്നത്, പലതും എൻ്റെ തലമുറയിൽ നടക്കാതിരുന്നത് ഒരുപക്ഷെ എൻ്റെ വിശ്വാസം പോലും പോയി പോകുമെന്ന്
തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ദൈവം ചിലത് അനുവദിച്ചില്ല. പക്ഷേ ഇന്ന് പകൽ ദൈവത്തെ ഇച്ചിരൂടെ മനസ്സിലാക്കുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാട്ട് ഈ പകൽ ആത്മാവി പറഞ്ഞാട്ട് കർത്താവേ, ദൈവത്തെ ഒന്നുകൂടെ മനസ്സിലാക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽ എഴുന്നേക്കുന്ന പകലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുള്ളവർ കരങ്ങൾ ഒന്നുകൂടെ ആഞ്ഞടിച്ച് യെസ് റാബ റാബ ഷാബ ലാബ രാബ രാബ ധാര ഉടകല്ല കടക ജല കടക ഷൈഡകല്ല കടക ജല കടക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇവിടെ സംഭവിക്കട്ടെ. യോബിൻ്റെ പുസ്തകം വീണ്ടും എന്നെടുക്കണം. 38-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു തരണം എനിക്ക്. അതിൻ്റെ 24 മുതലുള്ള വാക്യം. ഇങ്ങോട്ട് നോക്കിക്കേ. വെളിച്ചം എന്തുവാ? പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് എല്ലാവരും ഉറക്കെ പറഞ്ഞു. കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതുമായ നമ്മുടെ ദൈവം ആരാ? യേശുവിൻ്റെ രക്തം ജയം ഉണ്ടോ? ബൈ വാട്ട് വേ ഇസ് ദ ലൈറ്റ് പാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ പാർട്ടായി വിടാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ രക്തം ജയം. ഞാൻ ഈ ദൈവദൂത് പറയുമ്പോൾ മൊറീസ് പാസ്റ്ററെ, കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, ലൈറ്റിൻ്റെ പാർട്ട് വിടാൻ കഴിയുന്നവൻ, പാത തിരിക്കാൻ കഴിയുന്ന ദൈവം നിൻ്റെ പാത നിരത്താൻ കഴിയത്തില്ലേ? ഒന്നും വിശ്വസിക്കുന്നില്ല. ഇത് ഏതുവഴി പോയാലെന്നാ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് നമ്മൾ ഓണാക്കിയിട്ടുള്ളൂ. ഏതുവഴി വേണമെങ്കിലും ഈ ലൈറ്റിന് പോകാം. പക്ഷേ അതിനെ വരെ കൃത്യം പാതയ്ക്കകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് നിൻ്റെ തലമുറയുടെ വിഷയം കൃത്യം ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. എത്ര പേര് അത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു അഭിഷേകം ഓൺലൈനിൽ കേൾക്കുന്നവർ പ്രാർത്ഥിച്ചോ. കർത്താവ് ലൈറ്റിനെ വരെ പാർട്ട് ചെയ്യാൻ കഴിയുന്ന ദൈവം യേശുവിൻ്റെ നാമത്തിൽ കിഴക്കൻ കാറ്റ് ഭൂമിയുടെ മേൽ വ്യാപിക്കുന്നത് യേശുവിൻ്റെ രക്തം ചെയ്യാം. അങ്ങനെ ഒരു ദൈവത്തിന് കഴിയുമെങ്കിൽ എവിടൊക്കെ കാറ്റടിക്കണമെന്നോ എവിടൊക്കെ കാറ്റടിക്കല്ലെന്നോ യേശുവിൻ്റെ നാമത്തിൽ ചില കാറ്റുകൾ പിഴുതാൻ വന്നു കഴിഞ്ഞാൽ ചില കാറ്റുകൾ നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ പകൽ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. എഫെസ് സഭയ്ക്കകത്ത് പറയുക, ഈ ദൈവത്തെ ഒന്നുകൂടെ തിരിച്ചറിയട്ടെ. വെളിപ്പാടിൻ്റെ ആത്മാവ് ഈ പകൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തം ജയം. ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്ന് യേശുവിനോട് പറയുന്നൊരു കാര്യം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. യേശുവിനോട് പറയുകയാണ്, കരം നമുക്കൊന്ന് കൊടുക്കണം. അപ്പം കരം അടച്ചാതെ നമുക്ക് മുങ്ങണമെന്നല്ല യേശു പറഞ്ഞത്. നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, എന്തുകൊണ്ട്? ഒരു ചൂണ്ടയുണ്ട്. അടുത്ത വാക്ക്, നിങ്ങൾ ചെന്ന ചൂണ്ട ഇടാൻ പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ ചൂണ്ട കൊണ്ട് പോണ്ട, വല കൊണ്ട് പോകാൻ. ഇന്ന് പകൽ ചൂണ്ട ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മ വിഴുങ്ങിയ ചിലത് ചൂണ്ടയുടെ നേരെ വീഴാൻ പോവാ. ഈ പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കേവലം ഒരു ചെറിയ കാര്യങ്ങൾ അടയ്ക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിഷ്യന്മാർ വന്നപ്പോൾ അതിന് പരിഹാരം ഇമ്മീഡിയറ്റായിട്ട് കൊടുത്തെങ്കിൽ ഓർത്തോ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ശൂന്യതയിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് ഒരു ദ്രഹ്മ എടുക്കത്തില്ലേ? വേണമെങ്കിൽ ആണോ? അല്ലേ ദിവസനെ ശൂന്യതകൾ അല്ലേ ദിവസനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചാൽ 400 ദ്രഹ്മയല്ല 4 ലക്ഷം ദ്രഹ്മ വേണമെങ്കിൽ കയറ്റാൻ കഴിയും.
ഉറപ്പാണോ? സ്തോത്രം. ബിഹാറിൽ ദൈവാസനെ നമുക്ക് വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരച്ചാനെ വേണമെങ്കിൽ അച്ചായൻ്റെ ഇതിനു വേണ്ടി ദൈവത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. മിണ്ടുന്നില്ല. ശുഭൻ രക്തം ചെയ്യാം. വേണമെങ്കിൽ ഇച്ചിരി പണക്കാരനോട് പറയാം, വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് ഒന്ന് വേണമെങ്കിൽ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷെ മിണ്ടിയില്ല. എവിടെയോ ഏതായാലും മീൻ്റെ വയറ്റിൽ ജനിച്ച സാധനമല്ല. ഏതൊക്കെയോ സമയങ്ങളിൽ ആരുടെ കയ്യിൽ നിന്നോ പോയ സാധനം ഇത് വിഴുങ്ങിയൊരു മീൻ നീ വെയിറ്റ് ചെയ്യുന്നവരെ, നിൻ്റെ ഒരു പർട്ടിക്കുലർ സമയം വരെ അതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിൻ്റെ അടുക്കിലേക്ക് വിട്ടതൊരു ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിലതിനെ നോക്കി ഞാൻ ദൂത് പറയുക, നിന്റെ ആവശ്യത്തിന് കണ്ണടയ്ക്കുന്ന ഒരപ്പനെ അല്ല നീ സേവിക്കുന്നത്. നീ ഏതാവശ്യം പറഞ്ഞാലും ആ ആവശ്യത്തിൻ്റെ പുറത്ത് ആ റൂട്ടിനെ വരെ തെളിക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഗലീലയിൽ ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ ബ്രഹ്മ വിഴുങ്ങിയ മീനോട് ഇന്ന് കൽപ്പിച്ച് ചിലരുടെ ചൂണ്ട കയറ്റുന്ന ദൈവമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്ന വഴി, നിന്റെ കുടുംബത്തിന് വേണ്ടുന്ന വഴി, നിന്റെ ജീവിതത്തിന് വേണ്ടുന്ന വഴികൾ, അത് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ്, അത് ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, ഇന്ന് പകൽ ആ വഴിയെ പാട്ട് ചെയ്ത് വിടുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരങ്ങൾ തട്ടി യേശുവിന്. യെസ്, വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതുമായ വഴി ഏത്? ഒരുപക്ഷെ ഇത് നിനക്കറിയത്തില്ല. ഇന്ന് പകൽ നീ കേക്ക്, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് ഇന്ന് പകലും ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ഓൺലൈനിൽ കേൾക്കുന്നവർ, ഇത് കേൾക്കുന്ന സഭയോട് ഞാൻ ദൂത് പറയുക, നമ്മുടെ ചിന്തകളെക്കാൾ ഉപരി എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവമക്കളെ, നീ അറിയുന്നത് നീയും നിൻ്റെ മോനും പോകുന്നുള്ള കയറ്റത്തേ ഉള്ളൂ. ജീസസ്, നീ അറിയുന്ന വഴിയെന്ന് പറഞ്ഞാൽ വിഷമം കൊണ്ട് പോകുന്ന മേഖലയാണ്. പക്ഷെ നീ അറിയാത്തൊരു മറു സൈഡിൽ കൂടെ ചിലതിനെ കയറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ജീസസ്, എത്ര പേർക്ക് ഈ വഴിയെ ഒന്ന് ഉറപ്പുണ്ട്? ശുവിൻ രക്തം ജയം. പട്ട സ്ഥിരമായി യാഗം കണ്ട് വളർന്ന പയ്യനാ. സ്ഥിരമായി യാഗം കണ്ട് വളർന്നുകൊണ്ട് യാഗത്തിനുള്ള സംഭവം എന്തുവാണെന്നൊക്കെ അറിയാം. പക്ഷേ അന്നത്തെ ദിവസം യാഗത്തിനുള്ള ഒരു കാര്യം മിസ്സായപ്പോൾ പപ്പായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പപ്പായെ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് പറയുമ്പോഴും ഒരുത്തരവുമില്ലാത്ത അപ്പനല്ല നമ്മുടെ അപ്പൻ. ഒരു വഴി ഇന്ന് പകൽ തുറക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം കയറുന്ന മോനും കാണാത്ത, അല്ലെങ്കിൽ മുമ്പിൽ നടക്കുന്ന അപ്പനും ചിലതൊന്നും കാണാൻ കഴിയത്തില്ല. പക്ഷെ നിനക്ക് ബെറ്ററായിട്ട് എൻ്റെ യേശുവിനെ അറിയാൻ പറ്റുമെങ്കിൽ, ഇന്നലെ അതുകൊണ്ടല്ലേ ഇവിടെ ശുശ്രൂഷിച്ച ആരോ ഒരാൾ പറഞ്ഞു, ചാരത്തിനകത്തുനിന്ന് പോലെ എനിക്ക് എൻ്റെ തലമുറയെ തിരിച്ചെടുക്കുന്നൊരു വഴി എൻ്റെ ദൈവത്തിനുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നീ ഇങ്ങനെ ഡൗണായിരിക്കത്തില്ല, നീ കൈയടിക്കാതിരിക്കത്തില്ല. ഇന്ന് പകലൊരു സ്പെഷ്യൽ വേ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഇറക്കുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽ നീ കേറുന്നത് പോലെ തന്നെ. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. എനിക്ക് അബ്രഹാമിനോടൊരു ചോദ്യം, ഭാര്യയോട് പറഞ്ഞിട്ടില്ല, താഴെ നിൽക്കുന്ന ആണെങ്കിൽ വേലക്കാർക്കറിയത്തില്ല, നിനക്കെങ്ങനെ ധൈര്യം വന്നു നിന്റെ തലമുറയും വെച്ച് പോകാൻ? അവനൊരു കാര്യം, എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഞാനൊരു ശബ്ദം കേട്ടു, യഹോവ ഈരേ എന്നൊരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധ്യതയില്ലാത്ത ഒരു വഴി ഇന്ന് ചില കുടുംബത്തിന് വേണ്ടി തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ
പച്ചയായ മനുഷ്യനെ കത്തിക്കാനുള്ള വിറക് മോനെ നിന്റെ തോളിലിരിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്കറിയത്തില്ല ഈ ഭാരം എപ്പം അഴിയുമെന്ന്. പക്ഷെ ആരാധിക്കുന്ന ജനത്തോട് ഞാനൊരു ദൈവത്തിൻ്റെ ദൂത് പറയാം, യാഗപീഠത്തിൻ്റെ ടൈം ആകുമ്പോൾ ആ സ്ഥലത്ത് നീ എത്തുമ്പോൾ നിന്റെ തോളിലിരിക്കുന്ന ചിലത് ഇന്ന് പകൽ അഴിഞ്ഞു വീഴാൻ പോകുകയാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഈ പകലൊന്ന് സ്തുതിക്ക്. ഓൺലൈനിൽ കാക്കുന്നവരോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയുന്നു, പ്രതിസന്ധിയുടെ ഏത് വഴിയാന്ന് നിനക്കറിയത്തില്ല, ഇതെങ്ങനെ ഇതൊന്ന് താഴെ വീഴുമെന്ന് നിനക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോടൊരു പ്രവചനാത്മാവിൽ ചിലരോട് ദൂത് പറയാൻ പറയുന്നു. നീ അവിടെ ചെല്ലുമ്പോൾ ചിലത് അഴിയാൻ പോകുക. സ്തോത്രം. തോളൽ ഭാരമേറുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും വീടിനകത്തല്ല നിൻ്റെ വിടുതൽ, ജോലിയിലല്ല നിൻ്റെ വിടുതൽ, യാഗം കഴിക്കുന്ന സ്ഥലത്ത് നീ വരണം. ഉപവാസത്തിലെ 2-ാം ദിവസം ഞാൻ പറയുന്നു, നീ ഇവിടെ അകത്ത് കയറുന്ന സെക്കൻഡ് മുതൽ നിൻ്റെ തോളിലുള്ള കെട്ട് ദൈവം അഴിച്ചുവിടും. ജീസസ് ജീസസ് ജീസസ്. പ്രശ്നം വരുമ്പോൾ കൗൺസിലിംഗ് ചെയ്യുമ്പോഴല്ല വഴി തുറക്കുന്നത്. പ്രശ്നം വരുമ്പോൾ ആരാധനയിൽ കയറ്, നിൻ്റെ പ്രശ്നം ഇന്ന് അഴിയും. ജീസസ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്കറിയത്തില്ല. പ്രശ്നം വരുമ്പോൾ മോനെ കൊണ്ടും മോളെ കൊണ്ടും കൗൺസിലിംഗ് കൊടുക്കുന്ന അപ്പുറത്തെ അമ്മാച്ചനല്ല നിന്റെ തലമുറ രക്ഷിക്കുന്നത്. ഇന്ന് പകൽ നീ പോലും അറിയാതെ മറു സൈഡിൽ കൂടെ ഒരു വഴി വിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഞാൻ ഉണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ മോറിയ മലയ്ക്കകത്തൂടെ കയറ്റം കയറുമ്പോൾ ഇരുട്ടിൻ്റെ പാതയും നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് പിരിച്ച് കയറുന്ന ഒരു ദൈവത്തിൻ്റെ കര ചില വീടിനകത്ത് വരുന്നൊരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ ദൈവത്തിന് ചിലത് പാർട്ടി ചെയ്യാൻ പോകുക, ചിലത് പാർട്ടി ചെയ്യാൻ പോകുക. ജീസസ്. ചിലത് പാർട്ടി ചെയ്യാൻ പോകുക. ഇന്ന് ഉപവാസത്തിൽ 2-ാം ദിവസം റോക്ക്ലൻഡ് ചർച്ചിനകത്തിരുന്ന് കൈയടിക്കുന്ന നിങ്ങളെ നോക്കി ദൈവം ഒരു പ്രവചനം പറയാൻ പറയുന്നു. ഇന്നലകളിൽ കാണാത്തൊരു വഴി ഇന്ന് പകൽ നിനക്കും നിന്റെ തലമുറയ്ക്ക് നിനക്കും നിന്റെ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ I am able. Don't you know that I am the Lord of this universe? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. മുമ്പിൽ കടൽ, പുറകിൽ മിസ്രൈം ശക്തി. 75-ാം വയസ്സിലും സ്തോത്രം നിന്റെ പിതാക്കന്മാരുടെ അരുളി ചെയ്ത അതേ ദൈവം വിശ്വസ്തനല്ലേ മോശെ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക. മോശെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ദൈവം പറഞ്ഞൊരു വാക്ക് ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകൽ ചില കുടുംബത്തിലുള്ള ദൂത. ഇങ്ങനെയാണ് ദൈവം വന്ന് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. 2-ാമത്തെ വാക്ക് ഞാൻ ഈസാക്കിൻ്റെ ദൈവമാണ്. 3-ാമത്തെ വാക്ക് ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്. അടുത്ത വാക്ക് നിങ്ങളുള്ള ദൂത് മോശയോട് പറയാം, നിൻ്റെ പിതാവിൻ്റെ ദൈവമെന്ന്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ എന്തിനാണ് ഈ മോശയോട് വന്ന് ഇങ്ങനെ പറയുന്നത്? കാരണം അബ്രഹാമിനെ നടത്തിയ ദൈവം, ഈസാക്കിനെ നടത്തിയ ദൈവം, യാക്കോബിനെ നടത്തിയ ദൈവം, ഒന്നുകൂടെ പറഞ്ഞ നിന്റെ അപ്പനെ നടത്തിയ ദൈവം, അതേ ദൈവം തന്നെയാണ് ഞാൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ സഭയോട്, ചില കുടുംബത്തോട് ദൈവത്തിൻ്റെ ദൂത് ശക്തിയോടെ വിളിച്ചു പറയുക. ഓൺലൈനിൽ കേൾക്കുന്നവർ ഈ ദൂത് കേൾക്കുക. ഇന്നലകളിൽ നിന്റെ അപ്പനെ നടത്തിയത്, ഇന്നലകളിൽ അബ്രഹാമിനെ നടത്തിയത്, ഇന്നലകളിൽ ഈസാക്കിനെ നടത്തിയ ദൈവത്തെ ഒന്നുകൂടെ ബെറ്ററായി അറിയുക. ഇന്ന് പകൽക്കാലം മോശെ പ്രതിസന്ധികൾ വരുമ്പോൾ പതറിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽ നീ പോലും അറിയാത്ത ഒരു സ്പെഷ്യൽ വേ പാർട്ടി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ അധികാരം ഇന്ന് പകൽ ചില കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. ഉപവാസത്തിൽ
അനുഭവത്തിന്റെ രണ്ടാമത്തെ പകൽക്കാലം എത്ര പേര് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കും? പറ, എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി ചെയ്ത് ഒരു പാത തുറക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. ചില പ്രതിസന്ധിയിലിരിക്കുന്ന ദൈവസഭയോട് ഹല്ലേലൂയ, എങ്ങനെ ഇത് നടക്കും, ഇതെങ്ങനെ സാധിക്കും, മുമ്പോട്ട് പോകാൻ വഴിയില്ല, പുറകോട്ട് പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, എന്നെ ബെറ്ററായി അറിയാൻ പറ്റുമെങ്കിൽ നീ പ്രതീക്ഷിക്കാത്തൊരു വഴി 2024 ജൂൺ മാസം 11-ാം തീയതി ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകാൻ പോകുക. വിശ്വസിക്കാൻ പറ്റുന്നവർ കരങ്ങൾ അടിച്ച് പോരാ പോരാ പോരാ. ഈ യോബിൻ്റെ പുസ്തകം മറിക്കണ്ട, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. പക്ഷേ എന്നെ വേറൊരു ഭാഗം കാണിക്കും. പുറപ്പാട് പുസ്തകം എടുത്തേ, 14-ാം അധ്യായം എടുത്തേ, 19-ാം വാക്യം വായിച്ച്. എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 19. ഇങ്ങോട്ട് നോക്കിക്കേ. ഫ്രണ്ടിൽ നിന്ന ഏഞ്ചൽ ഇപ്പോൾ എങ്ങോട്ട് പോയി? മുമ്പ് ഇരുന്ന ജോയിൻ ഭാഷ ഇപ്പോൾ പുറയില്ല. പുറകോട്ട് നോക്കിയേ, ഈസി ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ചെന്ന് നോക്ക്, ചുമ്മാ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം 10-200 പേര് അല്ലെങ്കിൽ 100 പേരുള്ളിടത്ത് ഒരാളെ ഈസി ആയിട്ട് പാസ് സ്റ്റാൻഡിൽ നോക്കിയാൽ ഒറ്റ അടിക്ക് കാണാൻ പറ്റും. 40 ലക്ഷമാണ് ഉണ്ടെന്നില്ല. മുമ്പ് ഇരിക്കുന്ന ഒരു പാർട്ടി പുറകോട്ട് പോയാൽ തിരിഞ്ഞു നോക്കിയാൽ കാണത്തില്ല. നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു, അപ്പോഴും എൻ്റെ അപ്പനെ നിനക്ക് ബെറ്ററായിട്ട് അറിയാൻ പറ്റുമോ? ജീസസ് ഷാജി പാസ് ഇവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ എവിടുന്നോ എന്ന് വന്നിട്ട് ചുമ്മാ നടക്കാനൊക്കത്തില്ല. ഇദ്ദേഹം ഇച്ചിരി നേരം മാറിപ്പോയാൽ എനിക്കറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നെന്ന്. വഴികാട്ടിയായിരിക്കുന്ന ചിലത് ഒറ്റ സെക്കൻഡിൽ നിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോഴും പതറരുത്, ഗോ ഫോർവേഡ്. ജീസസ്, ഇന്ന് പകൽ ഞാൻ ചിലതിനോട് ദൂത് പറയാം. ഇപ്പം നിൽക്കുന്ന മേഖലയിൽ നിനക്കറിയത്തില്ല എങ്ങോട്ട് പോകുന്നെന്ന്, പക്ഷെ നീ പ്രസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ പറയുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ അതിനെ ആത്മാവിൽ കാണുക. വർഗീസ് പാസ്റ്ററെ, അടുത്തിരിക്കുന്ന കൊച്ചു വയ്യന്മാർ, ചിലപ്പോൾ 20 വയസ്സുള്ള താഴെയുള്ള പിള്ളേരൊക്കെയാണ്, എല്ലാവരും ഏഞ്ചലിനെ കണ്ടുകൊണ്ടിരിക്കുക. അവരമ്മാമ്മയെ തോണ്ടിട്ട് പറഞ്ഞു, മമ്മി ഏഞ്ചലില്ല. എല്ലാവരും പാനിക്കാകുമ്പോഴും ഒരുത്തനൊരു കാര്യം അറിയാം, ഇത് പോയത് കളിപ്പിക്കാനല്ല, എന്തോ ഒരു കാര്യം ചെയ്യാനാ. ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ പ്രതീക്ഷയുള്ള ചിലത് കൺമുമ്പിൽ നിന്ന് വഴിമാറിയാലും നിന്നെ കൈവിടാത്ത ഒരു മേജർ വഴി ഈ പകൽ തുറക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, നിന്റെ വാതിലല്ല ദൈവത്തിൻ്റെ വാതിൽ, നിന്റെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകൽ കരമുയർത്തിയിട്ട് പറ, പലതും ഞാൻ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇന്നലകളിൽ വരെ മുമ്പിൽ കണ്ട ചിലത് ഇന്ന് വഴി മാറുമ്പോൾ ഓർത്തോ, അത് തകരാനല്ല, ദൈവം നിനക്ക് അടുത്ത വഴി തുറക്കാനാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. അനന്തര ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? രണ്ടാമത്തെ ദിവസം ഉപവാസത്തിലിരിക്കുന്ന ദൈവസഭയോട് ഞാൻ ദൂത് പറയുക, നിന്റെ പിന്നാലെ നടക്കാൻ പോകുക. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നീ മുമ്പിൽ, ഏഞ്ചൽ പുറകിലുമാകാൻ പോകുക. ഇടത് കേട്ടോ, മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ എന്തുമാണ്? താണല് തരുന്ന വിഷയം.
യേശുവിൻ രക്തം എന്ന് പറഞ്ഞാൽ ഷാഡോ ഉള്ള ചിലത്, സ്വത്രം പറയാൻ പറ്റുന്ന ഷാഡോ ഉള്ള ചിലത് വഴിമാറി യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ പെങ്ങളെ ഞാൻ കെട്ടിക്കുന്ന സമയത്ത് എന്നെ ജനിപ്പിച്ച അപ്പൻ ഈ ഭൂമിയിലില്ല. ചില സമയത്ത് ഷാഡോ മാറിയാൽ ദൈവം നിന്നെ കൈവിടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ ഭർത്താവ് ഒരുപക്ഷെ ഷാഡോ ആയി നിന്റെ അരികെ നിൽക്കുമ്പോൾ ആ ഷാഡോ ഇന്ന് വഴി മാറിയാൽ നിന്നെ കൈവിടത്തില്ല. ഇന്ന് പകൽ നിന്റെ ഭാര്യ ഷാഡോ ആയി നിന്റെ മുകളിൽ നിന്നാൽ ഇന്ന് ഭാര്യ വഴി മാറിയാൽ എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. നിന്റെ തലമുറ ഒരു ഷാഡോ ആയി നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലത് വഴി മാറിയാൽ നിന്നെ കൈവിടത്തില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ നിന്ന് സ്തുതിച്ചേ. പോരാ പോരാ പോരാ, ഇങ്ങനെ സാധാരണയായി കൈയടിച്ചല്ല ഈ ദൂത് സ്വീകരിക്കേണ്ടത്. ഓൺലൈനിൽ കേൾക്കുന്നവർ ഇന്ന് പകൽ പ്രാർത്ഥിച്ച് മേഘസ്തംഭങ്ങൾ ഷാഡോകൾ വഴിമാറിയാലും അവരുടെ മുമ്പിൽ മേഘസ്തംഭം അവരുടെ പിന്നാലെയായി. ഇപ്പോഴും വിശ്വാസമുണ്ടോ? ഷാഡോ മാറി ആരോടെ ഇരിപ്പുണ്ട്? സ്തോത്രം. ബെറ്ററായിട്ട് നിന്നെ ഒന്നുകൂടെ അറിയിക്കാനാ. സ്റ്റിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ പോകുകയോ. വിശ്വസിക്കുക, ബെറ്ററായി അറിയുന്നൊരു തലമുറ ഇവിടെ എഴുന്നേറ്റേ ഒക്കത്തുള്ളൂ. കപ്പൽ പോയി കൊണ്ട് എന്തോ വേണം? നീ തകരത്തില്ല, നീ തകരത്തില്ല. ഇരുട്ട് വന്നു, നീ തകരത്തില്ല. അടുത്ത സെക്കൻഡ് എവിടാ പോകുന്നെന്ന് ദിശയില്ല, തകരത്തില്ല. ബെറ്ററായിട്ട് ഒരുവനെ അറിഞ്ഞാൽ യേശുവിൻ രക്തം ജയം. ജീസസ്. ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ പകൽ നെഞ്ചത്ത് കഴിച്ചു പറ, എനിക്ക് ബെറ്ററായിട്ട് അവനെ അറിയാം, എനിക്ക് ബെറ്ററായിട്ടറിയാം. നിൻ്റെ വഴിക്ക് വേണ്ടി നീയല്ല വഴി വെട്ടേണ്ടത്, നിൻ്റെ വഴി ദൈവമാണ് തുറക്കേണ്ടത്. സ്വത്രം പറ, സ്വത്രം പറ. യേശുവിൻ രക്തം ജയം. സൈഡിൽ കൂടെ ഒരാടിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പം നിനക്ക് കഴിയും, മിണ്ടുന്നില്ലല്ലോ. സൈഡിൽ കൂടെ ഒരു ആടിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണമെങ്കിൽ നിനക്ക് കഴിയും. കാരണം വീട്ടിൽ ഇഷ്ടം പോലെ ആടാ. മിണ്ടുന്നില്ല. വീട്ടിൽ ഇഷ്ടം പോലെ ആടാ, വേണമെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അവിടല്ല ദൈവത്തിൻ്റെ പ്രൊവിഷൻ. നിൻ്റെ വീട്ടിനകത്തിരിക്കുമ്പോഴും കഴിവുള്ളപ്പോഴും നീ പോലും അറിയാത്തൊരു പ്രൊവിഷൻ നിൻ്റെ മേൽ വെളിപ്പെടുത്തുന്നൊരു ദൈവത്തെ നിനക്കറിയാൻ പറ്റുമോ? യേശുവിൻ രക്തം ജയം. ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇസാക്ക് ജനിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരു അപ്പനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? മമ്രയുടെ തോപ്പിനകത്ത് അവൻ ബെത്തപ്പെട്ട് എഴുന്നേറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരു അപ്പന് ജനിച്ച മകനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനെ പച്ചയ്ക്ക് കൈകൊണ്ട് കെട്ടുമ്പോഴും ഈ മകനെ എടുത്തു വെക്കുമ്പോഴും വേണമെങ്കിൽ കുതറാം, വേണമെങ്കിൽ തെള്ളിയിടാം. പക്ഷെ ഇന്ന് പകൽ അപ്പൻ പിടിക്കുന്നത് മനസ്സിലാക്കി അവിടെ മൗനമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ഇറങ്ങുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവോട് പറ, എൻ്റെ വഴിയല്ല നിന്റെ വഴി. വേണമെങ്കിൽ കുതറിയോടുന്ന മകന് കഴിയും, തള്ളിവിടാൻ മകന് കഴിയും. പക്ഷേ നീ അവിടെ മിണ്ടാതിരിക്കുമ്പോഴും ഇന്ന് പകൽ വേറൊരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന നല്ല അപ്പൻ ഈ പകൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സ്തോത്രം ചെയ്താട്ടാം. ഇന്ന് പകൽ പറ, കർത്താവേ, പലപ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ വഴി അറിയാൻ കഴിഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പുറയിൽ പോയ ചിലതിനെ നോക്കി ഞാൻ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് പറയുന്നു, രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. ഇപ്പം മനസ്സിലായോ ചില വിഷയങ്ങൾ എന്തിനാ പുറകിപ്പോയത്? അത് നിന്നെ കളിപ്പിക്കാനല്ല. മിസ്രയീമ്യരുടെ സൈന്യവും നിന്റെ
നിന്റെ സൈന്യം കൂടെ ഒന്നിക്കാതിരിക്കാൻ അവരുടെ മധ്യേ ഒരു മതിലായി വെളിപ്പെടാൻ പോകുകയാ. 2024 ജൂൺ മാസം 11 ഞാൻ ദൂത് പറയാ, ചില വീടിനകത്ത് ചില വിടുതൽ നടക്കാൻ പോകുകയാ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? പ്രതീക്ഷിക്കാത്ത ചില മേഖലയ്ക്കകത്ത് ദൈവം ചില മതിലായി, ചില ദൈവത്തിന്റെ ദൂതന്മാർ ചില കുടുംബത്തിനകത്ത് നിൽക്കാൻ പോകുക. നിന്റെ അടുക്കലേക്ക് വരാതിരിക്കുക, നിന്റെ അടുക്കലേക്ക് ചേരാതിരിക്കുക. നീയല്ല. ഓ ജീസസ്, സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യാം. റാബക്കാറ്റല്ല ബ്രിയ സബക്കാറ്റി വൈഡബാരബാരബാരബാര അടകജലഘടക ഷൈഡകലഘടക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിൻ്റെ 2ാമത്തെ പകൽ രഹബോത്ത് ചർച്ചിനോട് ഞാൻ ദൂത് പറയുക, ബെറ്ററായി അവനെ അറിയുക, ബെറ്ററായി അവനെ അറിയുക. ഇടയ്ക്ക് വെച്ച് പതറത്തില്ല, ഇടയ്ക്ക് വെച്ച് താഴെ വീഴത്തില്ല. ഇന്ന് പകൽ നീ പോലും അറിയാത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവാം. ആ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതിനകത്ത് ദൂത് കിടപ്പുണ്ട്, നിങ്ങളുള്ള ദൂത് കിടപ്പുണ്ട്. വായിച്ചേ. 14:19 എക്സോഡസ്. ഒന്നുകൂടെ നിർത്തി ഒന്ന് വായിച്ചു. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് നിന്ന് മുമ്പായി നടന്ന ദൈവത്തിൻ്റെ ദൂതൻ അടുത്ത വാക്ക് പോയി നിന്നു. അടുത്ത വാക്ക് സ്തോത്രം, സ്തോത്രം. ഇന്ന് വിശ്വാസമുണ്ടോ? ചിലത് നീ ഓടിയിട്ടല്ല നീ രക്ഷപ്പെടുന്നത്. നിന്നോട് അടുപ്പിക്കാത്തൊരു മതിൽ നിന്റെ വീടിൻ്റെ പുറകെ വരാൻ പോവാ, നിന്റെ തലമുറയുടെ പുറകെ വരാൻ പോവാ, നിന്റെ സഭയുടെ പുറകെ വരാൻ പോവാ. ഇന്ന് പകൽ പേടിച്ച് ഓടിയാൽ നീ എത്രത്തോളം ഓട്, നിനക്കോടാൻ കഴിയത്തില്ല. നീ അവിടെ സ്റ്റേണായിട്ട് നിൽക്കുമ്പോൾ നിന്ന് പകൽ ഞാൻ ആത്മാവി കാണുന്നു, അത് നിന്നോട് അടുക്കാതെ വണ്ണം, അത് നിന്നോട് അടുക്കാതെ വണ്ണം, യേശുവിൻ്റെ നാമത്തിൽ പ്രശ്നങ്ങൾ അടുക്കാതെ വണ്ണം, പ്രതിസന്ധികൾ അടുക്കാതെ വണ്ണം, നിന്നെ പിടിച്ചടക്കുന്ന ചില വിഷയങ്ങൾ നിന്നോട് അടുക്കാതെ വണ്ണം അതിൻ്റെയും ഇതിൻ്റെയും മധ്യത്തിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. ഈ വാക്യം ഞാൻ വീണ്ടും വായിക്കുമ്പോൾ അവർക്ക് മേഘവും, അവർക്ക് മേഘവും അന്ധകാരവും. ദൈവസനെ, ഞാൻ ഈ ദിവസം വരെ ചിന്തിച്ചത് അവർക്ക് അന്ധകാരവും മേഘവുമാണ്, നമുക്ക് പകലെന്നായിരുന്നു എൻ്റെ ചിന്ത. മിണ്ടുന്നില്ല അല്ലേ? അവർക്ക് ഇരുട്ടും നമുക്ക് വെളിച്ചമെന്നായിരുന്നു ഇന്ന് വരെ ജോൺ പാസ്റ്റർ എൻ്റെ മനസ്സിൽ കയറിയത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പകലെന്നല്ല, അവർക്ക് മേഘവും അവർക്ക് അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി. വിടുവിക്കാൻ കഴിയുമോ? സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പറഞ്ഞ ദൂതുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഈ പ്രകാശത്തെ സ്പ്ലിറ്റ് ചെയ്യും ദൈവം. ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂത് അങ്ങോട്ട് പറയുമ്പോൾ ചില രാത്രികളെ ദൈവം പ്രകാശമാക്കാൻ പോകുക. പോരാ കരങ്ങൾ അടിച്ച് ഈ പകൽ പ്രവചന ദൂതാണെന്ന് പിടികിട്ടിയവർ, യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. But it gave light by night to these, so that the one came not near the other all the night. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയെ പാർട്ടാക്കാൻ പോകട്ടോ.
ചില ഡാർക്ക്നെസ്സിനെ ഇന്ന് രണ്ടാക്കാൻ പോകുക. അതിൻ്റെ അർത്ഥം ചില വീടിനകത്ത് വെളിച്ചം കയറാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരായി നിൽക്കുന്നവർക്ക് അന്ധകാരം, നിനക്കെതിരായി നിൽക്കുന്നവർക്ക് മേഘങ്ങൾ. പക്ഷെ നിന്റെ രാത്രി അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ലൈറ്റ് വെച്ചിട്ടല്ല, നീ പന്തം കൊളുത്തിയിട്ടല്ല നീ ഡെസ്റ്റിനിയിലേക്ക് ഓടാൻ പോകുന്നത്. നീ അതൊന്നും കത്തിക്കാതെ നിന്റെ മുമ്പിൽ തടസ്സങ്ങളെ കണ്ടറിഞ്ഞ് ചവിട്ടാനുള്ള വഴി ഈ പകൽ ചിലതിൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുക. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ഈ പകൽ കർത്താവിനെ ഒന്ന് ബെറ്ററായി അറിയുന്ന ഒരു തലമുറ എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? കരങ്ങൾ അടിച്ച് ഈ പകല യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് വരെയുമില്ലാത്ത ചില ഗ്ലോറിയസ് വഴി ഈ പകൽ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഓൺലൈനിൽ കേൾക്കുന്നതോട് ഞാൻ ദൂത് പറയുക, നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ നിന്റെ രാത്രിയെ പകലാക്കുന്ന ഒരു വേയുണ്ട്. ആ വേയെ തിരിച്ചറി. ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ഉറപ്പ് പ്രാപിക്കുന്നതിന് എത്ര പേരുണ്ട്? ഇത് എന്നോടുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിച്ച്. ഞാൻ നിങ്ങളുടെ മേൽ തലയെ കൈവച്ചില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട, കാരണം ദൈവം വിശ്വസ്തനാണ്. യേശുവിൻ്റെ രക്തം. ഇന്ന് വെളുപ്പിന് ഞാൻ 4 മണിക്ക് ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്ന് ചെന്ന് പറ എൻ്റെ മക്കളോട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രാത്രിയെ ഞാൻ വെളിച്ചമാക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എവിടുന്ന് വരുന്നെന്നറിയത്തില്ല, വാതിലറിയത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ തലമുറകൾ നിൽക്കേണ്ട. ഇന്ന് ചില രാത്രിയെ വെളിച്ചമാക്കുന്ന ദൈവത്തിൻ്റെ കര യേശുവിൻ്റെ നാമത്തിൽ ഇയ്യോബിനോട് പറയുക, മോനെ നിനക്കറിയാൻ പറ്റുന്നുണ്ടോ ഈ വെളിച്ചത്തെ ഞാൻ പിരിച്ചു കളയും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകല പിരിഞ്ഞിട്ട് അന്ധകാരത്തെ പകലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ അധികാരം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കാൻ പോവാം. ആമേൻ. സന്തോഷമുണ്ടോ? ചില വാക്കിനെ അങ്ങ് വിഴുങ്ങണേ, ഈ വചനത്തെ അങ്ങ് ഏറ്റെടുക്കണേ. ഇത് വിടുതല. മുട്ടയുടെ വെള്ള കഴിച്ചാൽ വിടുതലുണ്ടതുപോലും ദൈവത്തിൻ്റെ വചനത്തെ അത്രമാത്രം ശക്തിയുണ്ട്. സ്വീകരിക്കുക, ഇതിനെ റിസീവ് ചെയ്യുക. ഇത് നിന്നെ നടത്താൻ പോവാം. ശുവിൻ രക്തം തലമുറയുടെ വിഷയം വിശ്വസിക്കുക, ദൈവം ഏറ്റെടുക്കും. ഞാൻ ഇന്ന് പകൽ കാണുക, ഇന്ന് വരെയില്ലാത്തൊരു തെക്കൻ കാറ്റ് ഇന്ന് കടലിന്മേൽ അടിക്കാൻ പോവാം. ജീസസ്. ഇന്ന് വരെ മാറാത്ത ചിലത് ഡിവൈഡാകാൻ പോവാം. ശുവിൻ രക്തം ജയം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി പാട്ടാക്കുന്ന ശബരപരപദരകടക ഷൈഡകലകടക ജലകടക അടകജലകടക ജലകടക ഷൈഡകലകടക ജലകതരകതലകടക. എത്ര പേര് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ കടൽമേ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, പിരിയാത്ത ചിലതിനെ ചില കാറ്റ് പിരിച്ചു മാറ്റാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ആത്മാവി നോക്കുമ്പോൾ ഈ ചിലരുടെ വഴികൾ, മേജർ വഴികൾ തുറക്കത്തില്ലെന്ന് പറഞ്ഞ ചില കടലുകൾ ഈ 2024 ജൂൺ 11 ചില കുടുംബത്തിന് വേണ്ടി, ചില തലമുറയ്ക്ക് വേണ്ടി ദൈവം പിരിക്കാൻ പോവാം.
കരങ്ങൾ തട്ടി യേശുവിന് ആരാധന കൊടുത്താട്ട് ഉപവാസത്തിന്റെ രണ്ടാമത്തെ പകൽക്കാലം വിശ്വസിക്ക്. കർത്താവേ, ഞാനൊന്ന് ബെറ്ററായി നിന്നെ അറിയട്ടെ, ഞാൻ നിന്നെ ബെറ്ററായി ഒന്ന് അറിയട്ടെ. നീ അലഞ്ഞിട്ടല്ല നിനക്ക് വഴി, നീ പ്രയാസപ്പെട്ടിട്ടല്ല നിന്റെ വഴി. ജീസസ് ഞാനിങ്ങനെ അങ്ങനെ ഇമാജിൻ ചെയ്യുവാണേ, ഇതങ്ങ് പിരിഞ്ഞപ്പുറത്ത് ചെന്നല്ലോ. സ്തോത്രം. അവിടെയും വല്ലവരുമൊക്കെ കാണുമായിരിക്കും. ഇവർ ചോദിക്കും, എങ്ങനെയാ വന്നത്? ഉണ്ടെന്നില്ല. സ്തോത്രം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറില്ലേ, എങ്ങനെയാ വന്നത്? ഇവിടെ എങ്ങനെ എത്തി? സ്തോത്രം. ഇവിടെ എങ്ങനെ പറ എത്തി? തിരിച്ചൊരു ചോദ്യം, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അവർക്ക് പറയാനുള്ളത് അമ്മാച്ചൻ്റെ കാല് പിടിച്ചും മിണ്ടുന്നില്ല, കറങ്ങിയുമാ. പക്ഷെ നിനക്ക് പറയാനുള്ള വഴി ദൈവ ജീസസ്. നീ വന്നത് ആരോ കാലയെ പിടിച്ച് കയറി വന്നതല്ല, നീ വന്നത് കറങ്ങിയല്ല, നിന്നെ കൊണ്ടുപോകണമെന്ന് വെച്ചുള്ള വഴിയാണ്. 2024 ജൂൺ 11 ഞാൻ ആത്മാവിൽ കാണുന്നു, നിനക്ക് വേണ്ടി മാത്രം ഒരു വേ, ഇന്നലകളിൽ തെളിയാത്തൊരു വഴി നിനക്ക് വേണ്ടി മാത്രം ഇന്ന് രണ്ടായി പിരിയാൻ പോവുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഉണങ്ങിയ നിലമാക്കിയെന്ന് പറഞ്ഞാൽ ഇതൊരു ചുമ്മാതെ വിഷയമല്ല. നിന്നെ ഇനി പൂത്തത്തില്ല, നിന്നെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യിപ്പിക്കത്തില്ല. ഇന്ന് പകൽ ഉണങ്ങിയ നിലത്തിൽ കൂടെ ചവിട്ടി ചവിട്ടി വാഗ്ദത്തത്തിലേക്ക് നടക്കുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം വിളിച്ചവൻ വിശ്വസ്തൻ, വാക്ക് മാറത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ തട്ടി യേശുവിന് ആരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വഴി വ്യത്യസ്ത വഴിയ, നിന്റെ വാതിൽ വ്യത്യസ്ത വഴിയ. നിനക്ക് തുറക്കുന്ന വാതിലല്ല, മറ്റുള്ളവരുടെ വാതിൽ. ഇന്ന് പകൽ ഇന്ന് വരെ കാണാത്ത ചില വാതിലുകൾ ഇന്ന് പകൽ തുറക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ട്. ഇന്ന് പകൽ ഞാൻ ഈ സഭയോട് പറയുക, ഫെയ്ത്സൺ ഇവിടെ വന്നതുകൊണ്ടല്ല, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചില വിടുതലുകൾ വീട്ടിൽ കയറാൻ പോകുക. ഞാൻ ആത്മാവിൽ കാണുന്നു, ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ചില സന്തോഷ വാർത്ത നിന്റെ കുടുംബത്തിലെത്താൻ പോകുക. 6ാം മാസമാണ് ഈ ഉപവാസം നടക്കുന്നത്. 7ാം മാസം നീ കാളിയൗട്ടുമ്പോൾ, 7ാം മാസം നീ കാളിയൗട്ടുമ്പോൾ ഇന്ന് പകൽ ദൈവം എന്നോട് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്. യെസ്, പോരാ പോരാ പോരാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ ഹെവി പ്രസൻസ് ഈ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച എന്റെ ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 29ാം വാക്യം നിങ്ങളുള്ള ദൂത. ഇടയ്ക്കൊക്കെ വായിക്കണമെന്നുണ്ട്, ഞാനങ്ങ് ജമ്പ് ചെയ്ത് പോവുക. 29 ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ. സ്തോത്രം പറയാൻ പറ്റുമോ? ബട്ട് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വാക്ക്ഡ് അപ്പോൺ ഡ്രൈ ലാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ. ഓ, കടലിൻ്റെ നടുക്കൂടെ ഡ്രൈ ലാൻഡ് ഇന്ന് സഭയ്ക്ക് വെളിപ്പെടും. സ്തോത്രം സ്തോത്രം സ്തോത്രം. വെള്ളം അവരുടെ ഇടത്തും വലത്തുമായി. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? ഇടത്തും വലത്തുമായി ഒരു മതിലായി നിൽക്കുക.
പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ വഴി പൊളിക്കാൻ പറ്റത്തില്ല, ഈ വഴി തകർക്കാനൊക്കത്തില്ല. ചില വോൾ ഇന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു? ലെഫ്റ്റും റൈറ്റും ചില വോളുകൾ സഭയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്, തലമുറയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലതുമായി മതിലായും നിന്ന് പരിശുദ്ധാത്മാവ് റോക്ക്ലൻഡ് ചർച്ചിനെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. ഇടതും വലത്തായി മതിൽ നിൽക്കുന്ന ഒരു വഴി ഈ വർഷം തുറക്കാൻ പോകുകയാണ്. സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ സ്തോത്രം ചെയ്യുക. എവിടെയാണോ വഴിയില്ലാത്തടത്ത് അവിടെ ഇന്ന് പകൽ വഴി തുറക്കാം. എവിടെയാണോ വാതിലില്ലാത്തട ഇന്ന് പകൽ അവിടെ ഒരു വാതിൽ തുറക്കുന്ന പകല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ പേടിക്കുന്നത് നിന്റെ ലൈഫിൽ സംഭവിക്കത്തില്ല, നീ ഭയപ്പെടുന്നത് നിന്റെ വീടിനകത്ത് അടുക്കത്തില്ല. ഇന്ന് പകൽ നീ കണ്ട ഇന്നലക്കലെ മിസ്രൈമിനെ നിന്നെ അടുക്കാതെ വണ്ണം മതിലാക്കി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതന്റെ കരം ഇന്ന് പകൽ സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടം. Raba raza bakatal riba la baraba baba bakata vaida baraba zaba baba 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 soda baba baba baba. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വഴി 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 ദൈവത്തിന്റെ വഴിക്ക്, ദൈവത്തിന്റെ വഴിക്ക് നിന്നെ നീ ഒന്നും ചെയ്യണ്ട. സ്തോത്രം സ്തോത്രം. ദൈവമക്കളെ, ഈ ജനതയ്ക്ക് എന്തുവേലും ചെയ്യേണ്ടി വന്നു ഉണ്ടെന്നില്ല. പറഞ്ഞു, ഈ ജനതയ്ക്ക് എന്തുവേലും ചെയ്യേണ്ടി വന്നു. ആരോ പറഞ്ഞു വേണ്ടി വന്നെന്ന്. എൻ്റെ അമ്മച്ചി നല്ല ഉത്തരവാണ്. ഞാൻ വിശ്വസിക്കുന്നത് മോശയ്ക്ക് മാത്രമേ ഒരു ശകലം വെയ്ത്തുള്ളായിരുന്നെന്നാണ്. കൂടെയുള്ള ഇതൊക്കെ ഇവർ വന്നപ്പോഴേ ഇച്ചിരി മുമ്പേ പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്നാൽ ചിറ്റുള്ളിയൊക്കെ ഓർത്ത പാർട്ടികളാണ്. എടാ ഇവിടെ കൊണ്ടത് എന്നെ കൊല്ലാനാണോ? അമ്മച്ചിയുടെ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം എന്തോ പറയുന്നേ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊല്ലാനാണോ? നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിക്കാനാണോ? ഫെയ്ത്ത് എല്ലാം പോയ ഏരിയയ്ക്കകത്തും യേശുവിൻ്റെ രക്തം ചെയ്യും. നിനക്കൊരു വഴി തുറക്കാൻ നിനക്ക് ആ ദൈവത്തെ ബെറ്ററായിട്ടൊന്നും അറിയാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതിൻ്റെ അർത്ഥം വിശ്വസിക്കാൻ നടക്കാമെന്നല്ല. നീ ഇതൊന്നും ചെയ്തില്ലേലും നിനക്ക് വേണ്ടി ഒരു ഡോറ് തുറക്കാൻ വിശ്വസ്തൻ്റെ കരം. നമ്മുടെ എംബോറിയസ് പക്ഷേ ഇങ്ങനെ പറയുന്നു, ചിലർ ജീവിതത്തിൽ വന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന ചിലർ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. പേടിക്കണ്ട, ബെറ്ററായിട്ട് അവനെ മനസ്സിലാക്കിയാൽ. എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേൾക്കുക. എങ്ങനെ പറ്റുന്നു അബ്രഹാമേ വാളെടുത്തിങ്ങനെ ഓങ്ങാൻ? സ്വത്രം. ഈ ഓങ്ങുന്നവനറിയാം താഴെ വീഴുന്നതിന് മുമ്പ് ശബ്ദം കേൾക്കും ഞാൻ. ജീസസ്. ഉറക്കിടക്കുമ്പോഴും ശബ്ദമില്ല, വാളെടുക്കുമ്പോഴും ശബ്ദമില്ല. വെട്ടാൻ തുടങ്ങുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ശുഭിൻ രക്തം ജയം. താഴെ കിടക്കുന്നതിനെ രക്ഷിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ശബ്ദം ചില വീടിനകത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുക. ശുഭിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂതങ്ങോട്ട് പറയുമ്പോൾ, ഇവിടെ എന്നെ കൊണ്ടത് മരിക്കാനാണോ, ഇവിടെ എന്നെ കൊണ്ടുവന്നത് ചാകാനാണോ എന്നൊക്കെ നീ പറയുമ്പോഴും ഹല്ലേലൂയ, വിശ്വസിക്കാത്ത റലത്തിനകത്ത് നിന്നെ കൊണ്ട് പൂട്ടിയിടുമ്പോഴും നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന നല്ല അപ്പൻ ശുഭിൻ്റെ നാമത്തിൽ. എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ഒന്ന് ബെറ്ററായി അറിയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം കൈയടിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതിൻ്റെ അർത്ഥം വിശ്വസിക്കേണ്ടെന്നല്ല. ഇന്ന് പകൽ ഏതെങ്കിലും കോണിനകത്ത് ഒന്ന് വിശ്വാസം കയറുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൈവം വിശ്വസ്തനാ. ഇന്ന് ചില വിശ്വാസം ചിലയിടത്ത് കയറാൻ പോവുക.
വിശ്വസിച്ചേ. സ്തോത്രം. ഒരു വീടിനകത്തോട്ട് കയറി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരു ദൂത് പറയുക, അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു തലമുറയുണ്ടാകും. ആ വിളമ്പിയ അമ്മാമ്മ ചിരിച്ചാൽ നമ്മളാണ് എന്തോ ചെയ്യും? അയ്യോ, ഒന്നും ഉണ്ടെന്നില്ലല്ലോ. എംബ്രൈസ് പക്ഷേ നമുക്ക് വല്ല കഴിവോ വല്ലതും ഉണ്ടെങ്കിൽ അവൾക്കിനി മേലാ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ അടച്ചിട്ട് ഇങ്ങ് പോരും. നമുക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ഒത്തു. സ്തോത്രം. ഈ അമ്മച്ചി ചിരിക്കുന്നത് ഈ ക്യാമറയിലോട്ട് പതിയുകയും ചെയ്തു. സ്തോത്രം. ചോദിച്ചു, ചിരിച്ചോന്ന് ചോദിച്ചു. ഒന്നാം തരം കള്ളത്തരവും പറഞ്ഞു. എന്തോ ഞാൻ ചിരിച്ചിട്ടേ ഇല്ല. ഇവിടെ 360 ക്യാമറ കറങ്ങിക്കൊണ്ടിരിക്കുക ദൂതന്മാരുടെ. പച്ചക്കള്ളവും കൂടെ എന്തോ പറഞ്ഞു. സത്യത്തിൽ അവൾക്കൊരു പണി കൊടുക്കേണ്ടതല്ലായിരുന്നു. ഈ ഒന്നും മിണ്ടുന്നില്ല. പലരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് മിണ്ടുന്നില്ല. മതി. ആ മനസ്സിലായവർക്കൊന്ന് സ്തോത്രം ചെയ്യേ. 3 പതിറ്റാണ്ടായി മിണ്ടുന്നില്ല. 3-ാം തലമുറ പെന്തക്കോസ്. ഒരു വിശ്വാസമില്ലാത്ത ചിലതിനകത്തുണ്ട്. ഇപ്പോഴും നിർത്തിയത് കരുണ. യേശുവിൻ രക്തം ജയം. ഇപ്പോഴും നിൽക്കുന്നത് കൃപ. എത്ര പേരത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. നീ ചിരിച്ചെന്ന് വ്യക്തമായി മനസ്സിലാക്കി. അപ്പോഴും അറിയാം മോളെ, ഹ്യൂമൻ ബീയിങ് അല്ലേ, നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നിന്നോട് ഞാൻ തോന്നുന്നു അടുത്ത വർഷം ഇതേ സമയം നിനക്കൊരു വഴി തുറക്കാൻ പോവാ. ഈ ജൂൺ മാസത്തിൽ ഞാൻ നിൽക്കുമ്പോൾ പാസ്റ്റർ എഴുതിയിട്ടോ, അടുത്ത ജൂണിനകം എന്തോ ഒരു മേജർ കാര്യം സംഭവിക്കാൻ പോകുകയാ. എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കാത്ത ചില കുടുംബത്തിനകത്ത്, സാധ്യതയില്ലാത്ത ചില കുടുംബത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ നെക്സ്റ്റ് ഇയർ ബൈ ദിസ് ടൈമിൽ നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഹടകട ഇന്നലെ വരെയില്ലാത്തൊരു സെലിബ്രേഷൻ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നലെ വരെയില്ലാത്ത സെലിബ്രേഷൻ നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ തലമുറയുമായിട്ടുള്ള സെലിബ്രേഷൻ കുടുംബങ്ങളിൽ നടക്കാൻ പോവാം. ജീസസ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ ആൻഡി ഗോഡ്സൺ പാസ്റ്റർ, എംബ്രൈസ് പാസ്റ്റർ, പ്രവാചകന്റെ കാതുകളിൽ ഇന്ന് ശബ്ദം കേൾക്കുകയാണ്. ആ തലമുറയെ പറ്റിയുള്ള സെലിബ്രേഷൻ ചിരിക്കുന്ന മാതാവേ നീ കാണാൻ പോകുകയാ. ഓൺലൈനിൽ കേൾക്കുന്ന നിന്നോട് ഇന്ന് പകൽ ഞാൻ ദൂത് പറയുന്നു, നീ ചിരിച്ചു. പക്ഷെ നിനക്കറിയാമോ, ഒരു ബെറ്ററായ ദൈവത്തെ ഞാൻ പരിചയപ്പെടാം. നീ ചിരിച്ചു, പക്ഷെ ഇന്ന് പകൽ നീ ചിരിച്ച വിഷയത്തെ താലോലിക്കുന്ന ഒരു സെലിബ്രേഷൻ ചില കുടുംബത്തിൽ നടക്കാൻ പോകുകയാണ്. വ്യക്തമായിട്ട് എഴുതി വെച്ചോ, തലമുറയുടെ വിഷയത്തിൽ കുടുംബങ്ങളിൽ സെലിബ്രേഷൻ നടക്കും. സ്വത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വത്രം ചെയ്യേ. സെലിബ്രേഷൻ നടക്കും. നെക്സ്റ്റ് ജൂൺ 11-നകമായി നടക്കാത്ത ചില വിഷയങ്ങൾ, ചിരിച്ച ചില വിഷയങ്ങൾ, എനിക്ക് തലമുറയോ എനിക്ക് വിടുതലോ എന്ന് പറഞ്ഞ അതേ വിഷയത്തിൻ്റെ മേൽ നിന്റെ കൈക്കകത്ത് ഒരു ഡെലിവറൻസ് നടക്കാൻ പോകുകയാണ്. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. അതരഘടക ജലഘടക 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 ജലഘടക. പ്രവചന ദൂത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഓൺലൈനിൽ കേൾക്കുന്നതോടെ ഞാൻ ദൂത് പറയുന്നു, ഇത് നീ നാളെ കേട്ടാലും മറ്റന്നാൾ കേട്ടാലും ഒറ്റ വർഷത്തിനുള്ളിൽ നീ ചിരിച്ച വിഷയത്തിനകത്ത് ഒരത്ഭുതം നടക്കാൻ പോകുക. നീ വിശ്വസിക്കാത്ത വിഷയത്തിന് മുമ്പിൽ ഒരത്ഭുതം നടത്തുന്ന ഒരു വഴി ഈ പകലുണ്ട്. ഒരു വിശ്വസ്തനായ ദൈവത്തെ ഒന്ന് രുചിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇന്ന്? എത്ര പേരുടെ ഹൃദയത്തോടെ ദൈവം ഇടപെടുന്നുണ്ട്? ഉറങ്ങി വന്ന് ദൂത് പറയുന്ന നല്ലത്. ഇതെൻ്റെ കാതുകളിൽ കേട്ട് ചെന്ന് പറ ഞാൻ വഴി തുറക്കുമെന്ന്. ചെന്ന് പറ ഞാൻ ഈ ലൈറ്റിനെ പാർട്ട് ചെയ്യും.
ചെന്ന് പറ, ഞാൻ അന്ധകാരത്തെ മാറ്റും. ചെന്ന് പറ, രാത്രിയെ ഞാൻ പ്രകാശമാക്കും. ചെന്ന് പറ. ടക്കട്ടെ നീ ചിരിച്ച വിഷയത്തിനകത്ത് ഈ പകൽ നീ ഡെലിവറൻസ് കാണും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. സ്തോത്രം. ഞാൻ സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു എമിഗ്രേഷനിൽ ഈ രാജ്യത്ത് വരാൻ വേണ്ടി തുടക്കിയ സമയത്ത്, അടിക്കാൻ സമയത്ത് 10 വർഷം മുമ്പാ. സ്വത്രം. പാസ്റ്ററെ, കാണിക്കാൻ പേപ്പറില്ല. സ്വത്രം. ചോദിച്ചാൽ വകുപ്പില്ല. സ്വത്രം. എൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തർ, സ്വത്രം, നമ്മൾ ഓർത്തോണ് ഈ ഇമിഗ്രേഷനിലൊക്കെ ഇരിക്കുമ്പോൾ അറിയത്തുള്ളൂ. വിസ അടിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പം ഭാര്യയോട് വഴക്കുണ്ടാക്കി വരുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്നവരുടെ വിഷയം കണ്ടിട്ട് ദേഷ്യപ്പെടും. എല്ലാവരും ഇനിയിങ്ങനെ ജോബിൻ പാസ്റ്റർ റിജക്റ്റ് ചെയ്ത് വിടുക. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പാർട്ടി പറയുന്നത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. എനിക്ക് വസ്തുക്കളൊക്കെ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ റിജക്റ്റ് ചെയ്ത് വിടുക. ഈ പുറയിൽ നിൽക്കുന്ന എനിക്ക് ഒന്നും പറയാനില്ല. സ്വത്രം. ഓഫീസർ അങ്ങ് കലിപ്പാണ്. ചില സമയത്ത് കലിപ്പ് വന്നു കഴിഞ്ഞാൽ അന്ന് പുറകിൽ വരുന്നവനെല്ലാം സുഖമാണെന്ന് പറയുന്ന പോലെ ഒന്നും നോക്കത്തില്ല, അങ്ങ് റിജക്റ്റ് ചെയ്ത് വിടുക. സ്വത്രം. എംബ്രേസ് പാസ്റ്ററെ, അന്ന് കൈമുതലായിട്ടുള്ളത് ഇന്നും കൈമുതൽ ഒരു ചിരിയായിരുന്നു. ഞാൻ അങ്ങോട്ട് നിന്നിട്ട് ഒരൊറ്റ ചിരി അങ്ങ് ചിരിച്ചു. വേറെ വഴിയില്ലല്ലോ, ഒന്ന് ചിരിച്ചു. അവൻ പെട്ടെന്ന് പതറി. കാരണം ഒറ്റയടിക്ക് എന്നിങ്ങനെ നോക്കി ചിരിക്കുമല്ലേ, ആരെങ്കിലും നോക്കി ഇങ്ങനെ ഭവ്യതയോടല്ല. ഞാനൊരൊറ്റ കിടിലൊരു ചിരി അങ്ങ് ചിരിച്ച് അവനോട് ചോദിച്ചു, ഹൗ ആർ യു? ഞാൻ പറഞ്ഞു, ഐ ആം ബ്ലസ്സഡ്. നീയും ഞാനും ഒക്കെ പഠിച്ചത് ഐ ആം ഫൈൻ എന്നല്ലേ? മിണ്ടുന്നില്ല. ഞാൻ വെച്ച് കയറ്റി, ഞാൻ ഐ ആം ബ്ലസ്സഡ്. അവൻ വീണ്ടും നോക്കി, ആർ യു ബ്ലസ്സഡ്? ഞാൻ പറഞ്ഞു, യെസ് ഐ ആം ബ്ലസ്സഡ്. 2 വാക്കേ ചോദിച്ചുള്ളൂ. പിന്നെ അടിയ ജീവിതത്തിനകത്ത് ഭാരപ്പെടരുത്. നിൻ്റെ കയ്യിലൊന്നും വേണ്ട. മിണ്ടുന്നില്ല. നിന്നെ ഒരു വഴി തുറക്കണമെന്ന് എൻ്റെ ഡാഡി വിചാരിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഒരു ഏരിയയിൽ ദൈവത്തിന് കയറ്റണമെന്ന് തോന്നിയാൽ, യേശുവിൻ്റെ നാമത്തിൽ ആ വഴിയെ വീണ്ടും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. പ്രൈസ് പാസ്റ്റർ, ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി തുറന്ന ഈ ലെഫ്റ്റും റൈറ്റും പോയ വോളിനെ തിരിച്ചു വരുത്തണമെങ്കിൽ നീ അപ്പുറം കടന്നാലേ ഇത് തിരിച്ചു വരത്തുള്ളൂ. സ്തോത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ അർത്ഥം ദൈവ പൈതലിന് വേണ്ടി തുറന്ന വഴി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആകത്തില്ല, ഇടയ്ക്ക് വെച്ച് നിന്ന് പോകത്തില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുക. 2024 ജൂൺ 11 ഒരു വേ ഈസ് ഗോയിങ് ടു ബി ഓപ്പൺ. ഈ വേയുടെ പ്രത്യേകത, നീ അക്കരെ കടക്കുന്നത് വരെ, നീ ആ ലാൻഡിലെത്തുന്നവരെ ഇത് തിരികെ വരത്തില്ല. സ്തോത്രം. വീണ്ടും യോബിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. 38:24 വീണ്ടും വായിച്ചേ. ഊതാ. സ്തോത്രം. അടുത്തത് ചിലരുടെ ഒന്ന് ഉറക്ക വായനേ. ആൾപ്പാർപ്പില്ലാത്ത സ്തോത്രം. രഹോബോത്ത് ചർച്ച് കേട്ടോ, നിർജ്ജന പ്രദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യാൻ പോവാ. വിശ്വസിക്കാൻ കിട്ടുന്നുണ്ടോ? റോക്ക്ലൻഡ് കൗണ്ടിയിൽ റിവൈവിൻ്റെ റെയിൻ പെയ്യുന്ന ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിർജ്ജന ദേശത്ത്, ആൾപ്പാർപ്പില്ലാത്ത ഇരുട്ടിനകത്ത്, മരുഭൂമിക്കകത്ത് ഒരു മഴ പെയ്യ്ക്കാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഈ സഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി ഇപ്രകാരം പ്രവചിക്കുന്നു. നിർജ്ജന ദേശത്ത്, ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിൽ ഞാൻ മഴ പെയ്യ്ക്കാൻ പോകുക. ഈ
രണ്ടാമത്തെ ദിവസം ഞാൻ ആത്മാവി നോക്കുമ്പോൾ ഡിസേർട്ടിൻ്റെ പ്ലേസ് ആകുക എല്ലാ മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഴ ഇന്ന് പകൽ പെയ്യാൻ പോകുക. സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. തലമുറയുടെ വിഷയത്തിൽ യാതൊരു സാധ്യതയുമില്ല, പക്ഷെ ഞാൻ ആത്മാവി കാണുന്നു മഴ പെയ്യാൻ പോകുക. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിച്ചാട്ട്. ജോൺ പാസ്റ്ററെ സ്വത്രം പാസ്റ്റാൻഡി ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കായി ഒരു എന്തുവാ ഒരു 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 എന്തോ മഗ്ഗുണ്ടായിരുന്നല്ലേ, അതിനകത്ത് വാട്ടർ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഫെയ്സണ് വേണ്ടി എന്ന് പറഞ്ഞൊരു മഗ്ഗും വെള്ളം എടുത്തുകൊണ്ട് വരുമോ? കാരണം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടെന്നില്ല. ജോൺ പാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് പാസ്റ്റർ? ഞാൻ പറഞ്ഞു അതെൻ്റെയാ. ഈ 3 ദിവസം എന്തുവാ പറ, ഈ സാധനം എൻ്റേതാ എന്ന് പറഞ്ഞാൽ വെള്ളവും വരും, മിണ്ടുന്നില്ല, കപ്പും വരും. എന്നാ വരാൻ കാരണം? ആളിവിടെ ഉള്ളതുകൊണ്ട്. ദൂത് ഒന്നുകൂടെ കണ്ണ് തുറന്ന് നോക്ക്. നിർജ്ജന പ്രദേശത്ത് ആളില്ലാത്ത സമയത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ വ്യാഴാഴ്ച ഫെയ്സൺ അവിടെ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടിയുള്ള കപ്പും എനിക്ക് വേണ്ടിയുള്ള വെള്ളം വ്യക്തികൾ ഒരുക്കത്തില്ല, ദൈവം. സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ട്? ഓൺലൈനിൽ കേൾക്കുന്നവർ ഈ ദൂത് ശ്രദ്ധിച്ചോണം. നിന്റെ വീട്ടിൽ നിനക്ക് പ്രൊവിഷൻ വെളിപ്പെടുന്നത് നീ ഉണ്ടായിട്ടാ. പക്ഷേ ദൂത് കേട്ടോ, നിർജ്ജന പ്രദേശത്ത്, ആൾ പാർപ്പില്ലാത്ത സ്ഥലത്ത്. അതിൻ്റെ അർത്ഥം ആളുണ്ടെങ്കിൽ മഴ പെയ്യത്തുള്ളൂ, ആളുണ്ടെങ്കിൽ പ്രൊവിഷനുള്ളൂ. പക്ഷേ ആൾ പാർപ്പില്ലാത്ത ഏരിയയിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻ. സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുക, കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിക്കുക. 2024 ജൂൺ 11 ഈ സഭയോട് ഞാൻ ദൂത് പറയാ, നീ അവിടെ ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി വഴിയുണ്ട്. നീ അവിടെ ഇല്ലെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി ഈ പകൽ ഓപ്പൺ ആകാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. അഭിഷേകമുള്ളവന് വേണ്ടി വഴി ഒരു ദിവസത്തിനല്ല, അഭിഷേകമുള്ളവന് വേണ്ടി വഴി ജീവിതകാലം മുഴുവനാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു വട്ടമേ ഒരിടത്ത് പ്രസംഗിച്ചിട്ടുള്ളൂ. ബെഞ്ചമിൻ പാസ്റ്ററുടെ ചർച്ച കൂടി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ പാസ്റ്റർ അന്നും പറഞ്ഞു, ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വന്ന് ഞായറാഴ്ച വീണ്ടും അവിടെ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ചെവി വന്ന് പറഞ്ഞു, എന്ന് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എവിടൊക്കെ വന്നാലും ഈ വഴി എപ്പോഴും തോപ്പണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇല്ലേലും ഉണ്ടേലും ഇനി നാളെ വന്നാലും മറ്റന്നാൾ വന്നാലും വഴി ഓപ്പൺ ആയിരിക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, ആളുണ്ടേലും ഇല്ലേലും നിനക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ ഇന്ന് പകൽ ഓപ്പൺ ആയിരിക്കും. ജീസസ്. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആൾ പാർപ്പില്ലാത്ത മരുഭൂമിയിൽ മഴ ഞാൻ പെയ്യ്ക്കാൻ പോകുകയും. ദൈവമക്കളെ, ഉറവ തുറന്നെന്നാണോ അതോ കണ്ണ് തുറന്നെന്നാണോ? എനിക്ക് ചില കേൾവിക്കുറവൊക്കെ ഉണ്ട്, ഇച്ചിരി ഉറക്കെ പറയണം. ഉറവ തുറന്നല്ലേ? ഉറക്കെ പറ. എംബോഷിഷനൊന്നുമില്ല, ഉറക്കെ പറ. ഒരു ദിവസം കൊണ്ട് എന്നെ സഹിച്ചാൽ മതി. പറ. കണ്ണ് തുറന്നു. അപ്പോഴെന്തുവാ? ഓൾറെഡി ഉറവയുണ്ടായിരുന്നു, അത് നീ കണ്ടില്ലെന്നേ ഉള്ളൂ. ഇന്ന് പകലത്തെ ദൈവത്തിന് ദൂത് മനസ്സിലാകുന്നുണ്ടോ മോനെ? നീ കാണാത്തത് ഇന്ന് പകൽ ഓപ്പണാകും. ഇന്ന് തുറക്കുന്നതല്ല. ജോബിൻ പാസ്റ്ററെ അഭിഷക്ത ദൂത് കേട്ടോ? ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർ പുറകെ വന്ന് വെറുതെ ഇരിക്കുവല്ല. ഇന്ന് പകൽക്കാലം ഒരിക്കലായി നിങ്ങൾക്ക് വേണ്ടി തുറന്ന ചിലത്, നിന്റെ കണ്ണ് കാണാത്ത ചിലത് ഇന്ന് പകൽ കണ്ണ് ഓപ്പൺ ആകാൻ പോകുക. കരങ്ങൾ തട്ടി ഈ പകൽ യേശുവിനെ സ്തുതിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഓൺലൈനിൽ കേൾക്കുന്നതോട് ഞാൻ ദൂത് പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്നലകളിൽ തുറന്ന നിന്റെ കണ്ണ് കാണാത്ത ചിലത് ഇന്ന് നിന്റെ കണ്ണ് തുറക്കാൻ പോകുക. ഈ പകൽ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം വിശ്വസ്തൻ.
കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്ക്. കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്ക്. കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്ക്. കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്ക്. റാബ റാബി ഹസ്ബാറ്റിയ ബേബ ബാബ ബാബ. ഞാൻ ഒന്ന് ജമ്പ് ചെയ്യുവാണേ. ഈ വാക്യത്തിൽ നിന്ന് 38 വരിക. ഞാൻ തിരിച്ച് വീണ്ടും വരും. 38 വരിക. ഏതാണെന്നല്ലേ? ജോബ് 38. ഇങ്ങോട്ട് നോക്കി. മേഘം ഒരുമിച്ച് കിടക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്, പക്ഷേ ഇത് സ്പ്ലിറ്റാ. മിണ്ടുന്നില്ല. ആണോ? ലെയറാ. സ്വത്രം. നമ്മുടെ അമ്മാമ്മ വല്ലതും അടിക്കായിരുന്നെങ്കിൽ ഇത് താഴെ വീണേനെ. മിണ്ടുന്നില്ല. നമ്മുടെ പപ്പ അടിക്കാൽ ഇത് താഴെ വീണേനെ. പക്ഷേ സ്വർഗത്തിലെ അപ്പനായതുകൊണ്ട് അടിക്കുക അത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അടുക്ക് കാണുന്നത് പോലുമില്ല. സ്വത്രം പറയാൻ പറ്റുന്നുണ്ടോ? അടുക്ക് കാണുന്നത് പോലുമില്ല. അടുത്ത വാക്കാണ് എനിക്കിഷ്ടപ്പെട്ടെ. ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാര്? മിണ്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം വീണില്ലേ? അന്നേരം വർഷങ്ങളായിട്ട് മണ്ടേ കിടക്കുന്ന ചില സാധനം റോക്ക്ലൻഡ് കൗണ്ടിലേക്കൊന്ന് ചരിച്ചു വിടുന്നത്. സ്വത്രം പറയാൻ പറ്റും. നമ്മളെന്താ പഠിച്ച ഈ നീരാവി പറന്ന് മണ്ടയ്ക്ക് എന്ന് ബാഷ്പീകരിച്ചെന്ന് പറഞ്ഞ്, പക്ഷേ എൻ്റെ പുസ്തകം പറയുന്നു തുരുത്തി ചരിക്കുന്നത്. സ്വത്രം പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് റോക്ക്ലൻഡ് കൗണ്ടിയിൽ നിന്ന് ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ ദൂത് പറയുന്നു, നിനക്ക് ഒരു ഉറവ വേണമെങ്കിൽ അത് അടിയുന്നല്ല മുകളയുന്ന. സ്വത്രം പറയാൻ പറ്റുമെങ്കിൽ സ്വത്രം പറ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ ജോബിൻ പാസ്റ്ററെ നമ്മൾ ഉറവ കണ്ടത് നിലത്തൂടെയാ, ഉറവ കണ്ടത് മരുഭൂമിയിലെയാ. പുതിയ നിയമസഭയോട് ഞാൻ ദൂത് പറയുന്നു, നിന്റെ ഉറവ കിണറിലുമല്ല, നിന്റെ ഉറവ മരുഭൂമിയിലുമല്ല, നിന്റെ ഉറവ തുരുത്തിക്കകത്ത്. ഇന്ന് പകൽ ഞാൻ ഈ സഭയ്ക്കകത്ത് ആത്മാവി നോക്കുമ്പോൾ തുരുത്തി പൊളിയുന്ന ഞാൻ കാണുക. നിനക്ക് വേണ്ടി ചില ഉറവകൾ 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 യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? ആണ് തുരുത്തി ചരിച്ചു കഴിഞ്ഞാൽ അത് തുള്ളികളായിട്ടല്ല വീഴുന്നത്. ചരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളിടത്തോളം ഇന്ന് പകൽ ഈ സഭയെ നോക്കി, ചില തലമുറകളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ചില തുരുത്തികൾ ദൈവം ചരിക്കാൻ പോകുക. സ്വതന്ത്രം ദേവാസനെ TPT NIV ഇത് ഏത് വേർഷനാണ് ഇംഗ്ലീഷ് കിടക്കുന്നത്? സ്വതന്ത്രം. When the dust growth into hardens and the clouds cleave fast together. എന്നൂടെ പറഞ്ഞാൽ, നന്മ വരുമ്പോൾ അല്ലെങ്കിൽ വിടുതൽ വരുമ്പോൾ 1-2 ടുഗദറായിട്ട്. ഉപവാസത്തിൻ്റെ 2-ാം ദിവസം ദൂത് ചരിയാൻ പോവാ, ചരിക്കാൻ പോവാ. ശുഭിൻ രക്തം ജയം. ഉപവാസത്തിൻ്റെ 2-ാം ദിവസം ഞാൻ വീണ്ടും പറയുന്നു, തുരുത്തിയെ ജോബിൻ പാസ്റ്ററെ ചരിക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ. നീ 3 മാസം കൊണ്ടുണ്ടാക്കുന്നത് ഒറ്റ രാത്രി ചരിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിക്കുക. 430 വർഷം കച്ചി എന്ന് പറഞ്ഞാൽ വൈക്കോല് ചോദിച്ചാൽ തരത്തില്ല, പക്ഷേ ഓവർ നൈറ്റിൽ ചിലതിനെ കൊള്ളയടിക്കാനുള്ള തുരുത്തി ഇന്ന് പകൽ ചരിയാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. കച്ചി കൊടുക്കാത്തവന്മാര്, വൈക്കോല് കൊടുക്കാത്തവന്മാര് ഒറ്റ രാത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോൾഡ് കൊടുത്തു. ഇത് ആര് തന്നതാ? ഇത് ദൈവത്തിന്റെ കരമാ. ഈ പകൽ ഉപവാസത്തിന്റെ 2-ാമത്തെ പകല് പരിശുദ്ധാത്മാവ് ഈ സഭയോട് ദൂത് പറയുന്നു, ആകാശത്തിലെ തുരുത്തികളെ ചില കുടുംബത്തിൽ ചരിയാൻ പോകുക. വീണ്ടും ഞാൻ ഇന്നലെ ദൈവദാസൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വീണ്ടും ലാൻഡ് ഓപ്പൺ ആവുന്ന ഞാൻ വീണ്ടും കാണുക. ഇതല്ല, ഇതിനേക്കാളും മനോഹരമായ സഭ ഇവിടെ എഴുന്നേക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. റോക്ക്ലൻഡ് കൗണ്ടിയിൽ നിങ്ങൾ പെയ്ത് ഇറങ്ങുന്ന മഴ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. തുരുത്തി ചരിയുന്നത് നിങ്ങൾ ഇനി കാണാൻ പോകുക. തുരുത്തി ചരിയുന്നത്
നിങ്ങളുടെ തലമുറ കാണാൻ പോകുക, നിന്റെ കുടുംബം അത് വീക്ഷിക്കാൻ പോകുക. കാര്യങ്ങൾ അടിച്ച് പോരാ പോരാ പോരാ. ഓ, ഇനി നിങ്ങൾ 26 വായിക്കണം. 26 വായിക്കണം. 38 ആണ്, 26 വായിക്കണം. എന്തുവാ? സ്തോത്രം പറയാനല്ലോ ഉണ്ടോ? തരിശും ശൂന്യമായ നിലത്തെ, തരിശാണ്, ശൂന്യതയാണ്, നിന്നെ വിടത്തില്ല. നിന്റെ അടുക്ക വന്ന് നിന്റെ ദാഹം തീർക്കും. എടാ, തരിശിനകത്ത് നീ ചെയ്യത്തില്ല സ്തോത്രം, ശൂന്യതയുടെ അടുക്കൽ നീ വിതയ്ക്കത്തില്ല. പക്ഷെ ആ ഏരിയയിൽ ദൈവം ഇറങ്ങും. പരിശുദ്ധാത്മാവ് പറയുക, ഈ തരിശും ശൂന്യമായ റോക്ക്ലൻഡ് കൗണ്ടിയിൽ ദാഹം തീർക്കാൻ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങാൻ പോവാം. അമേരിക്കൻ പട്ടണത്തോട് ഞാൻ ദൂത് പറയുക, ആ തരിശായ ചില മേഖലയിൽ ശൂന്യമായ നിലത്തിൻ്റെ അടുക്കലേക്ക് ദാഹം തീർക്കാൻ ഇന്ന് പകൽക്കാലം ഒരുവൻ ഇറങ്ങി വരുന്ന കാഴ്ച. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അടുത്ത വാക്ക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, ഇളംപുല്ല് മുളപ്പിക്കേണ്ടതിന്. ഇന്ന് പകൽ ചില മരുഭൂമിയുടെ അവസ്ഥ ഇന്ന് തിരിയാൻ പോകുക. സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുക. യേശു മരുഭൂമിയിൽ പുല്ലുണ്ടോ? സ്തോത്രം. 5 അപ്പവും 2 മീനും മരുഭൂമിയിലല്ലേ? ഉറപ്പാണോ? സ്തോത്രം. നിൻ്റെ 200 വെള്ളിക്കാശ് തപ്പാൻ പോകണ്ട. നീ ഒന്ന് വിശ്വസിക്കുക. ബെറ്ററായിട്ടൊന്ന് മിണ്ടുന്നില്ല. ഈ 5നെയും 2നെയും കാണിക്കാനുള്ള നിനക്ക് മനസ്സ് എവിടെ നിന്ന് വന്നു? നീ ബെറ്ററായിട്ട് ഒരുവനെ അറിയുക. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കും. പറയുന്നവനെ വിശ്വസിച്ച് ഇരുത്താൻ പറ്റുമെങ്കിൽ, അടുത്ത വാക്ക് എംവറീസ് വർഷം ഇങ്ങനെ എഴുതിയേക്കുന്നേ, നിങ്ങൾ അവരവരെ പുൽപ്പുറത്തിരുത്തിയെന്ന്. സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീ വിശ്വസിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ നിൻ്റെ ഡിസേർട്ട് പുൽപ്പുറമായി മാറും. 2024 ജൂൺ 11 നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിൻ്റെ ഡിസേർട്ട് തീരാൻ പോവാ. ശുഭിൻ രക്തം ജയ. ഇളം പുല്ലുകൾ മുളയ്ക്കുന്ന ഒരു മേഖല എംബ്രേസ് ഭാഷ ഇന്ന് പകൽ ഓപ്പൺ ആകാൻ പോവാ. സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എന്നോടാണെന്ന് ദൂതുള്ളവരെ സ്വീകരിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ. അത് നിൻ്റെ തലമുറയ്ക്കുള്ള ദൂത, അത് നിൻ്റെ കുടുംബത്തിനുള്ള ദൂത, അത് റോക്ക്ലൻഡ് ചർച്ചിന് വേണ്ടിയുള്ള ദൂത. യെസ്. തരിശും ശൂന്യമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിന് ഇളം പുല്ലുകൾ മുളപ്പിക്കേണ്ടതിന്. യേശുവിൻ്റെ അടുത്ത വാക്കൊന്ന് വായിച്ചേ, 27. അയ്യോ, എന്തോ പറയുന്നേ? അല്ലല്ല, 27. ജലപ്രവാഹത്തിന്, ഇടിമിന്നലിന്. സ്തോത്രം. കേട്ടില്ല? ഇടിമിന്നലിന്. വീടിനകത്തിരുന്നാലും ഇപ്പോൾ ഇടി. കാറിനകത്ത്, ചിലർ വിചാരിച്ച കാറിനകത്തിരുന്ന ഇടി പെട്ടത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ട് കാറിനകത്തിരുന്നവൻ ഇടി ഷോക്കേറ്റത് അല്ലേ? ഇപ്പം മുറിക്കകത്തിരുന്നാലും എന്തോ എടുക്കും. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേൾക്കുന്നില്ല. ഉണ്ടായിട്ടുണ്ടോ? അമേരിക്കയിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇടിമിന്നൽ ആരെങ്കിലും പറ. ഉണ്ടല്ലേ? അപ്പോൾ അടച്ചിട്ട റൂമിനകത്ത് ഇടി വെട്ടി അമേരിക്കയിലും. സ്വത്രം. ഇവിടെ വന്നിട്ടും നമ്മളുടെ മേൽ വെട്ടാതിരുന്നത് പാത. മിണ്ടുന്നില്ല. ഒരു വേ അതിന് കൊടുത്തു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ തലമുറ വന്നപ്പോൾ വേ പറഞ്ഞു മാറിക്കോ. ഓ യേശു. ഇനി 27 വായിച്ച് 35 വായിക്കണം. 35.
എന്തുവാ? അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ. ഒന്നും മിണ്ടുന്നില്ല. പാസ്റ്റർ രാവിലെ മോള് പറഞ്ഞില്ലേ ഞാൻ പോവാന്ന് എന്ന് പറഞ്ഞതുപോലെ മിന്നൽ അങ്ങോട്ട് ചെല്ലും. ഞാൻ പൊക്കോട്ടെ. മിണ്ടുന്നില്ല. റോക്ക്ലൻഡ് കൗണ്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പനോട് അനുവാദം ചോദിക്കണം. ഞാൻ പൊക്കോട്ടെ. യേശുവിൻ രക്തം ജയ. ഇന്ന് പകൽ നിനക്ക് എൻ്റെ ദൈവത്തെ ബെറ്ററായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ, നിൻ്റെ ലൈഫ് തൊട്ട് ചെറിയ തൊട്ട് വലുത് വരെ ആ നിരത്തി വെക്കുന്ന, പാത തുറക്കുന്ന, ഇരുട്ട് മാറ്റുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഈ അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? ഞാൻ ഈ സാക്ഷിയോടെ പറഞ്ഞൊന്നും അറിയത്തില്ല. 5-6 വർഷത്തിന് മുമ്പ് ഞാൻ ഒരു ഇടി വെട്ടുന്ന സമയത്ത് ഞങ്ങളുടെ അയ്യത്ത് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഭയങ്കര കാറ്റൊക്കെ വന്നപ്പോൾ ഞാനോർത്തു, ദൈവാസനെ ഞാനോർത്തു എന്തുവാ ഒരു തേക്കിൻ്റെ അടിയിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാനോർത്ത് അവിടെ തന്നെ അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു സാധനം, എല്ലാം 2-3 അടുപ്പിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞിട്ട് വാ. ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രയൊന്നും വലിയതൊന്നും മാറിയിട്ട് അങ്ങോട്ടൊന്ന് വരാമെന്ന് വെച്ചിരിക്കുക. ഇത്രയും പറഞ്ഞത് ഓർമ്മയുണ്ട്. അവരകത്ത് കയറിപ്പോയി 10 മിനിറ്റ് കഴിയുമ്പോൾ വലിയൊരു ഇടി. ഞാൻ അവിടെയൊക്കെ നമുക്കിങ്ങനെ കാലൊക്കെ പെരുക്കുന്നവരൊക്കെ തോന്നി. പേടിച്ചിട്ടാണോ ഓടി. ഞാനും അവിടുന്ന് മഴ ഒന്നും നോക്കിയില്ല, ഇറങ്ങി ഒറ്റ ഓട്ടം. ഇച്ചിരി കഴിഞ്ഞ് മഴ നിന്നു. മുറ്റത്തോട്ടിറങ്ങി താഴോട്ട് നോക്കിയപ്പോൾ നിൽക്കുന്ന സൈഡിലെ തേക്ക് മണ്ട തൊട്ട് താഴെ വരെ കരിഞ്ഞുപോയി. എന്നോട് മമ്മി ചോദിച്ചു, നീ എവിടെടാ നിന്നത്? ഞാൻ പറഞ്ഞ കരിഞ്ഞതിൻ്റെ അടിയിലാണ്. എനിക്ക് അന്നേരം 38-ാം അധ്യായം 35 അകത്തോട്ടടിച്ചു. ഈ ഇടിമന്നൽ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഞാൻ റാന്നിയിലോട്ട് പോകാൻ പോവാ, എന്നെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു കാണും, പൊക്കോ, എൻ്റെ മോൻ ആ സൈഡിൽ നിൽപ്പുണ്ട്, അത് തൊട്ടുപോയേക്കല്ല. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നത് എനിക്കറിയത്തില്ല. എടാ വിടാൻ ഡാഡിക്ക് തയ്യാറായാൽ എൻ്റെ ദൈവത്തിന് നിന്നെ സംരക്ഷിക്കാനും കഴിയും. ഇന്ന് പകൽ കരമുയർത്തിട്ട് പറ, എനിക്ക് ബെറ്റർ, എനിക്ക് അവനെ ഒന്ന് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് അറിയണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ ഇന്ന് പകൽ ഈ സഭയുടെ മേൽ ഞാൻ കർത്താവ് പകരാൻ പോകുകയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി സാരമില്ല. ഇന്ന് രാത്രിയില വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ എന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ തട്ടി, കാരങ്ങൾ തട്ടി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരുടെ കൈകൾ എനിക്കൊന്ന് കാണണം. പാത നിരത്തുമല്ലേ, തലമുറ ഇങ്ങനെ നിൽക്കത്തില്ലല്ലേ. സ്വത്രം അവരുടെ ലൈഫിലൊരു സെലിബ്രേഷൻ നടക്കുമല്ലേ. നീ വിശ്വസിക്കാത്ത ഏരിയക്കകത്ത് ദൈവത്തിൻ്റെ ഹാൻഡ് ഇറങ്ങുമല്ലേ. യേശുവിൻ്റെ നാമത്തിൽ നീ പതറി നിൽക്കുന്ന വിഷയത്തെ ദൈവം ഡിവൈഡ് ചെയ്യുമല്ലേ. ഇന്ന് ലെഫ്റ്റും റൈറ്റും പോയി ഒരു വാൾ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുമല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കയറ്റം കയറുമ്പോഴും വിഷമസന്ധിയിലായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി ചില കുരുക്ക് ദൈവം ഇടുമല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവി നോക്കുമ്പോൾ 2024 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞാട് കയറിയതിൻ്റെ വിടുതല ഇന്ന് പകൽ നീ അനുഭവിക്കുന്നത്. ഇന്ന് പകൽ ഒരു സൈഡിൽ കൂടെ മോറിയ മല നീ കയറുമ്പോൾ മറു സൈഡിൽ കൂടെ നിനക്ക് പകരമായി അറക്കാൻ ഒരാട് കയറിയിട്ടുണ്ട്. ആടിൻ്റെ പേരായ യേശു. ഇന്ന് രാത്രി ഞാൻ ആത്മാവി പറയുന്നു, ബെറ്ററായി എൻ്റെ യേശുവിനെ നിനക്ക് അറിയാൻ പറ്റുമോ? ഒന്ന് ബെറ്ററായി നിനക്ക് യേശുവിനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇരുപത്തിയെട്ട് 28 സ്വത്രം പറ. മഴയ്ക്കൊരു ഡാഡി ഉണ്ട് കേട്ടോ. ഡാഡിയുടെ പേരെന്നറിയോ? യേശു. ഉറക്കെ പറ. മഴയ്ക്ക് അപ്പനുണ്ടോ? ഇത് എങ്ങാണ്ടൂടെ കയറി എങ്ങാണ്ടൂടെ വരും സാധനമല്ല.
മഴയ്ക്ക് അല്ല, മഞ്ഞ് തുള്ളികളെ. ന്യൂയോർക്കിൽ മഞ്ഞ് തുള്ളികളെ പറ്റി പറഞ്ഞു തരണ്ടായല്ലോ, ഞാനോടൊക്കെ വിറച്ച് ഓടിച്ചിട്ടുണ്ട്. ഈ തുള്ളികളെ ജനിപ്പിക്കുന്ന ഡാഡി. ഒന്ന് കൈ ഓർത്ത് സ്തോത്രം ചെയ്യും. മഴയ്ക്ക് അപ്പനുണ്ട്. ഓ സ്തോത്രം. അല്ല, മഞ്ഞ് തുള്ളികളെ ജീസസ്. ശുവിൻ്റെ അടുത്ത വാക്ക് സ്തോത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആകാശത്തിലെ നീഹാരത്തെ ആര്? നിഹാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഐസ് അല്ലേ? നീഹാരം എന്ന് പറഞ്ഞാൽ ഐസ്. ഔട്ട് ഓഫ് ഹൂസ് വൂം കെയിം ദ ഐസ്. അർത്ഥം ഈ മഞ്ഞിനെ ഡെലിവറി ചെയ്ത ഒരപ്പൻ. സ്തോത്രം. നിഹാരത്തെ ആര് പ്രസവിക്കുന്നു? ആ മഞ്ഞിനെ വരെ കയറിയെന്നൊരപ്പൻ നിൻ്റെ തലമുറകളെ കയറിയാതിരിക്കുമോ? ബെറ്ററായിട്ട് അവനെ അറിയാമെങ്കിൽ സ്തോത്രം പറയണം. സ്തോത്രം പറഞ്ഞേ. ഇച്ചിരൂടെ ബെറ്ററായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. നിൻ്റെ മക്കളല്ലെങ്കിൽ സ്തോത്രം ചെയ്യണം. അയ്യോ സ്തോത്രം പറ, എനിക്ക് സ്തോത്രം കേൾക്കണം. ഇത് നിൻ്റെ മക്കളല്ല, ഹിസ് ചിൽഡ്രനാ. മിണ്ടുന്നില്ല. അപ്പൻ്റെ മക്കളാ. യു ആർ സ്റ്റിവാർഡ്സ്, ജസ്റ്റ് സ്റ്റിവാർഡാ. അപ്പൻ വേറെയാ. എറിയാൻ പറ്റുമോ? തലമുറ എറിഞ്ഞു കൊടുക്ക്. അപ്പൻ വേറെയാ. ശുഭിൻ രക്തം ജയം. ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു? യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ സഭയെ നോക്കി ആത്മാവി പറയുക, ഇവനെ ബെറ്ററായിട്ട് അറിയാൻ പറ്റുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ബെറ്ററായി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബെറ്ററായി അറിയുന്ന ഒരു ദൈവം. അടുത്ത വാക്ക് വെള്ളം. ആഴിയുടെ മുഖം. സ്തോത്രം പറയാനല്ലോ ഉണ്ടോ? വെള്ളം കല്ലുപോലെ നിന്നെ പാസ് ചെയ്യാൻ വെള്ളമാണെങ്കിൽ, നിന്നെ അതിലൂടെ നടത്തണമെങ്കിൽ ഇന്ന് പകൽ കല്ലുപോലെ ഉറച്ചു നിൽക്കും. ന്യൂയോർക്കിൽ നിനക്ക് പാലം വേണ്ട, ബ്രിഡ്ജ് വേണ്ട ചിലതിനെ ക്രോസ് ചെയ്യാൻ. നീ ക്രോസ് ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഈ വെള്ളം കല്ലുപോലെ ഉറയ്ക്കും. സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് ബ്രിഡ്ജ് വേണ്ട, നിനക്ക് സഹായം വേണ്ട, ഡാഡിയാണ് നിൻ്റെ സഹായകൻ. ശുഭിൻ രക്തം ജയം. സ്തോത്രം പറയാം. അറിയാതെ സ്തോത്രം വരുന്നുണ്ടോ? ഇന്ന് പകൽ ആ ബെറ്ററായി അവനെ അറിയുന്ന ഒരു നല്ല ദിവസമെന്ന് ഞാൻ ആത്മാവിൽ കാണുക. സമയമൊക്കെ പോകുന്നു. ഒരു സാക്ഷ്യം പറയാം. എൻ്റെ ഫാദറിനോടൊക്കെ ഇവിടെങ്ങും ചിലയൊക്കെ ഫ്രീ ആയിരിക്കും, നാട്ടിലെയൊക്കെ അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് നേരെ ജോനെ നേരെ എംബ്രേസ് ഭാഷ പറയാനൊക്കത്തില്ല, സൈഡിൽ കൂടെ ചെന്ന് വേണം. പക്ഷേ ഈ പെമ്പിള്ളാരെങ്ങനെയാണ് ഈ അപ്പന്മാരെ കയ്യിലെടുക്കുന്നതിനുള്ള വിദ്യ എനിക്കതറിയത്തില്ല.
സ്വത്രം എടുത്ത് ചാടുന്ന കടിക്കുന്ന അപ്പൻ ഈ പെമ്പിള്ളേർ അല്ലെങ്കിൽ പുറകെ തേജസ് ചോദിക്കുന്നതാണോ പെമ്പിള്ളേർ ചോദിക്കുന്നതാണോ? ഇല്ലടാ മോനെ, എന്തോ ഒരു മയം അല്ലെങ്കിൽ എന്തോ ഒരു ജാലവിദ്യ ഈ പെമ്പിള്ളേർക്കുണ്ട്. എൻ്റെ പെങ്ങൾ എന്നേക്കാൾ ഒരു 7 വയസ്സ് എളപ്പമാണ്. സ്വത്രം അവൾ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയപ്പോൾ ഈ അപ്പനും ഈ മോളും ഒരു സംസാരമുണ്ട്. നമ്മൾ അമ്മയോടാണ് പറയുന്നത്, ഇന്നടത്ത് പോവുകയാണ്, ഇന്നടത്ത് വരുവാണ്. അല്ലേ വിളിച്ചാലും ഹലോ ഡാഡി വന്നിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ പഴയ ആൾക്കാർ ഫോണൊക്കെ വിളിക്കുന്നതല്ലേ, വിളിക്കുമ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ കേൾക്കുകയും ചെയ്യും. അപ്പോൾ അവൾ അവിടെ നിന്ന് ചോദിക്കുക എന്തോ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സന്തോഷമായിരിക്കുന്നു. സ്വത്രം. അപ്പം വീണ്ടും ചോദിക്കുക എന്നെ കെട്ടിക്കുമൊന്നും വേണ്ടേ? അവളെ, എന്നെ അല്ല, അവളെ. അപ്പം ഞാൻ എൻ്റെ അകത്തൂടെ ഈ സൈഡ് ചെയ്ത് ഞാൻ കേൾക്കുക. ഞാൻ ഓർത്ത് കഴിയുമ്പോൾ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ പുള്ളിയോടാണോ ഇതെല്ലാം ചോദിക്കുന്നത്? ഇവൾ വല്ല അമ്മയോട് ചോദിക്കുന്നതിനേക്കാളും അവൾ പറഞ്ഞു. അപ്പം ഡാഡി പറഞ്ഞു കെട്ടിക്കണോടി, നിന്നെ കെട്ടിക്കണം. അപ്പോൾ അവൾ ചോദിക്കുക കൈ വല്ലതും ഉണ്ടോ? ഇത് കേൾക്കുമ്പോൾ എംബ്രേസ്, പക്ഷെ നമുക്കങ്ങ് ഇടിയ. കാരണം നമുക്കറിയാം പുള്ളിയുടെ ഒരു കാര്യവും ഇല്ല. എന്നാൽ ഈ ഡയറക്റ്റ് ചോദിക്കുന്നത് എങ്ങനെയാ? അപ്പം പറയാ കൈ വല്ലതൊക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ ചിരിക്കുക. ഇവിടെ ഇപ്പോൾ അപ്പനിരുന്നങ്ങ് ചിരിയ. ഇല്ല, ഇങ്ങനെ അങ്ങ് നടന്നോ, കെട്ടിക്കണമെന്ന് പറഞ്ഞു. വല്ലതൊക്കെ കരുതി വെക്കണമായിരുന്നു. വലിയ കുടുംബത്തിൽ പറഞ്ഞതാ, പുസ്തകം കൊണ്ട് ഇറങ്ങിയത്, ഒന്നും കയ്യിലില്ല, വെച്ചടിക്കുക ഇവള്. അപ്പൻ ഇതെല്ലാം കേട്ട് സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഞാൻ ഇപ്പുറത്തിരുന്ന് കേൾക്കുവാന്ന് ഓർത്തോണം. ചിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അപ്പം പറയാ നിന്നെ കെട്ടിക്കൊടി. അടുത്ത വാക്ക് പറയാ നിന്നെ മോൻ കെട്ടിക്കുമെന്ന്. ഇവിടെ തന്നെ നടക്കാൻ വയ്യ. ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. 30 രൂപയുടെ പെട്രോൾ അടിക്കുന്നത് ഞാൻ മാനത്തെണ്ണിക്കൊണ്ടാണ്. അപ്പോഴാണ് പറയുന്നത് മോൻ കെട്ടിക്കുമെന്ന്. അവൾ നല്ല കൃത്യം മറുപടി അപ്പന് കൊടുത്തു. പിന്നെ മോനാണോ എന്നെ കെട്ടിക്കുന്നത്? മോൻ്റെ കയ്യിൽ എന്നെ ഉണ്ടായിട്ടാ വെച്ചടിച്ചെരിക്കിട്ടും ഇതെല്ലാം ഞാൻ കേട്ടോണ്ട് ഇപ്പുറത്തിരിക്കുക. പക്ഷെ എൻ്റെ അപ്പനൊരു കാര്യം അവിടെ പറഞ്ഞു, എടീ മോൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അതെന്നെ അങ്ങ് പിടിച്ചു കുലുക്കി. 17-ാം വയസ്സിൽ ഞാൻ ഈ കറുത്ത വേദവസ്ത്രം എടുത്ത് പുറത്ത് വന്നപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ അപ്പൻ റിയലൈസ് ചെയ്തു മോൻ്റെ കൂടെ ഒരു അപ്പനുണ്ട്. ഓ ജീസസ്. ഉപവാസത്തിൻ്റെ 2-ാം ദിവസം ഞാൻ നിങ്ങളെ നോക്കി പറയാ, മഴയ്ക്ക് ഡാഡിയുണ്ട് കേട്ടോ, മഞ്ഞുതുള്ളിയെ അവൻ പുറത്തെടുക്കും കേട്ടോ. അതേ ദൈവം പറയാം നിനക്ക് അപ്പനുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കല്യാണ പന്തലിലൊന്നും ചിലൻ എൻ്റെ അപ്പൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. 68 രാജ്യത്തിൽ പോയിട്ട് ടേപ്പ് റെക്കോർഡ് കൊണ്ട് മാത്രം വന്നു. ലോകക്കാരെല്ലാം പറഞ്ഞു നിൻ്റെ അപ്പൻ ക്രിസ്തുവിനോട് ഇറങ്ങി മുട്ടിഞ്ഞതല്ലാതെ വല്ലതും ഉണ്ടോ? അതേ അപ്പൻ്റെ മോടെ ജീവിതത്തിനകത്ത് അത്ഭുതം ഞാൻ കണ്ടു. അന്ന് എനിക്ക് കഴിവില്ല, ഞാനൊക്കെ വെറും ആണെങ്കിൽ ഒരു റോബോട്ട് പോലെ അന്നത്തെ ദിവസം നിന്നു. ദൈവം കാര്യം ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അന്ന് എന്നോട് പറഞ്ഞു നിൻ്റെ അപ്പൻ്റെ ദൈവം അത് നിന്റെ ദൈവമാ. ഇന്ന് പകൽ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകൽ ചിലരെ നോക്കി ഞാൻ ദൂത് പറയുക, പണമല്ല കാര്യം നിയന്ത്രിക്കുന്നത്, വഴിയല്ല കാര്യം നിയന്ത്രിക്കുന്നത്. ഇന്ന് പകൽ ചില ഷാഡോ മാറിയാൽ ഇന്ന് പകൽ ദൈവം മാറത്തില്ല. ദൂതൻ മാറിയാലും ദൈവം മാറത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, നീ ഒന്ന് ഡെപ്തായിട്ട് അവനോടൊന്ന് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് നിനക്കറിയാൻ പറ്റും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകല് അയലോക്കത്തെ ദൈവത്തെയല്ല നീ സേവിക്കേണ്ടത്, പെന്തക്കോസ്തുകാരുടെ ദൈവത്തെയല്ല സേവിക്കേണ്ടത്, ഇത് നിന്റെ ദൈവമാ. എത്ര പേര് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക, ഇത് ജീവനുള്ള എൻ്റെ ദൈവമാണ്. 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന എൻ്റെ നല്ല അപ്പൻ ഇന്നുകൊണ്ട്. ഇന്നലെ കണ്ട വെള്ളത്തെ കല്ലുപോലെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരപ്പൻ 2024 ജൂൺ 11 ചില വീട്ടിൽ കയറാൻ പോവാ. ഈ വെക്കാൻ സ്ഥലമില്ല, നീ മുങ്ങത്തില്ല. ഈ വെള്ളം ഇന്ന് കട്ടിയായി ഉറച്ചു നിന്നിട്ട് നിന്റെ തലമുറയെ അപ്പുറത്തെത്തിക്കുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ പകൽ പരിശുദ്ധാത്മാവ് ഈ സഭയോട് ദൂത് പറയുന്നു, ഡു യു ബിലീവ് മൈ ഗോഡ്? നിനക്ക് എൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് എൻ്റെ ദൈവത്തെ സേവിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നോടൊന്ന് അടുത്ത് വന്നിട്ട് പറ, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നൊന്നോടൊന്ന് അറിയണം.
ഹൃദയത്തോട്ട് ചേർത്ത് കൈവച്ചേ. നമ്മൾ 2 മണിക്കൂർ 11:10 ഞാൻ കയറിയത് 2 മണിക്കൂർ പോയെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ നിങ്ങൾ വചനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവാം. ഹൃദയത്തോട്ട് ചേർത്ത് കൈവെക്കുക. സ്തോത്രം. ഞാൻ സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രവചനമാണ്. ശുഭിൻ രക്തം ജയം, ശുഭിൻ രക്തം ജയം. കാരണം പറഞ്ഞ ദൈവത്തിന് ഉറപ്പാ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോവാ ദൈവം. ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ ദൂത് പറയുന്നു, നിന്നേക്കാളുപരി നിൻ്റെ മക്കളുടെ ചിന്തകളെക്കാളുപരി എൻ്റെ അപ്പൻ അറിയാം എവിടെ എത്തിക്കണമെന്ന്. അവൻ്റെ വയസ്സറിയാം, അവിടെ വയസ്സറിയാം, നാറ്റം അമിച്ചതറിയാം. സ്തോത്രം. മണത്തിൻ്റെ സ്മെല്ലറിയാം. പക്ഷെ നിനക്കെൻ്റെ അപ്പനെ അറിയാമോ? ജീസസ്. ജീസസ്. എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ, 2 മിനിറ്റ് സമർപ്പിച്ചേ. ഉപവാസത്തിൻ്റെ 2-ാം ദിവസം. എന്നാ ബ്യൂട്ടിഫുൾ ഡേയാ. ജീസസ്, ജീസസ്. റബഹസബക്കറ്റി ടോറോഹോലിയ ബെഹസിം കേറ്റല ബ്രഹസബക്കറ്റി. ജീസസ് ഹോളി. ഓ സ്തോത്രം. നിർജ്ജന പ്രദേശത്ത് അല്ലേ, ആൾപ്പാർപ്പില്ലാത്തടത്ത് വഴി. നീ അവിടെ ഇല്ലെങ്കിലും നിനക്ക് വേണ്ടുന്നൊരു പ്രൊവിഷൻ ഇന്ന് സ്വർഗത്തിലുണ്ട്. ജീസസ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നിൻ്റെ തലമുറ ചെല്ലുന്നതിന് മുമ്പേ അവരുടെ പ്രൊവിഷൻ ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്.